ഇന്നത്തെ നമ്മുടെ ഈ ഒരു 1.5 hours ഈ ഒരു പോഡ്കാസ്റ്റില് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ആക്ച്വലി ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ടാണ്. ആൻഡ് അതിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഡീസെൻട്രലൈസേഷനിലേക്ക് പോകണം ആൻഡ് എന്തുകൊണ്ടാണ് ഡീസെൻട്രലൈസേഷൻ ഒരു ഫ്യൂച്ചർ ടെക്നോളജിയിലേക്ക് മാറുന്നത്, ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുത്താനായിട്ട് പറ്റും. സോ എനിവേ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അജു ആണ്. അജുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്3 ആൻഡ് ക്രിപ്റ്റോ ഫീൽഡിൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസേഷനെയും അതുപോലെ തന്നെ ടോക്കണൈസേഷനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് ഓൾവേസ് അദ്ദേഹം ഈഗർ ടു ലേൺ എന്ന് പറയാം. എനിവേസ് ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ഓൺ. ഇതിന് കാരണം നമ്മളിവിടെ കേരളത്തിലെ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് എപ്പിസോഡ്. എനിവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് അജു ആണ്. ആൻഡ് എനിവേ നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്തുള്ള എക്സ്പെർട്ടൈസും ആൻഡ് ഇദ്ദേഹത്തിന്റെ ഐഡിയോളജീസും ആൻഡ് എല്ലാം മനസ്സിലാക്കാം. സോ എനിവേസ് വെൽക്കം അജു. താങ്ക് യു മുസ്തഫ. എനിവേ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നമ്മുടെ വ്യൂസിന് വേണ്ടി. ഹായ് എവരിവൺ, എൻ്റെ പേര് അജു. ഞാൻ ഇവിടെ ബാംഗ്ലൂർ ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടെക് ഫേമില്. വെബ്3 ആയിട്ട് ഒരുപാട് പഴയ ബന്ധമൊന്നുമല്ല, പക്ഷെ വെബ്3 ലാസ്റ്റ് ബുൾ റണ്ണൊക്കെ കാണാൻ പറ്റി, ലക്ലി ഇനഫ്. പക്ഷെ വെബ്3 പൈസ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉള്ള പൈസ ഒക്കെ കുറച്ച് പോയിട്ടുള്ളൂ. ഐ ഗോട്ട് ഇൻ ടു വെബ്3 മോസ്റ്റ്ലി ത്രൂ ലൈക്ക് ബുൾ റൺ ഫണ്ട് വഴിയിട്ടാണ് വന്നത്. ദെൻ ഐ ടേൺഡ് ഇൻ ടു NFTs. എന്റെ പാർട്ട്ണർ ഒരു ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് NFTs ഒക്കെ മിന്റ് ചെയ്തു. അങ്ങനെ കുറച്ച് വാളറ്റ്സ് യൂസ് ചെയ്ത് പഠിച്ചു, മാർക്കറ്റ് പ്ലേസുകളെ കുറിച്ച് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ കുറച്ച് അവരുടെ ഫ്രണ്ട്സ് ആ സർക്കിളിലൊക്കെ NFT ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ആ ഒരു മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ദെൻ NFTs ആണ് എൻ്റെ ഒരു എന്താ പറയുക ഗേറ്റ് വേ ഇൻ ടു വെബ്3 എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ടാണ് വെബ്3 കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജും അതിന്റെ ഫിലോസഫി സൈഡൊക്കെ. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു ഇന്റർനെറ്റ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് ആൻഡ്രിയാസ് ആന്റോനോപോളസ്, പുള്ളി ഒരു കമ്പ്യൂട്ടർ സയൻസിസ്റ്റ് ആണ്. പുള്ളിയുടെ ഫോട്ടോ ഭയങ്കര ഫേമസ് ആണ്. 2013 ഒരു ബിറ്റ് കോയിൻ കോൺഫറൻസിൽ ഒരു 3-4 ആൾക്കാർ മാത്രം ഇരുന്നിട്ട് ഒരു കോൺഫറൻസ് നടത്തുന്നത്. അപ്പൊ പുള്ളിയുടെ ഒരു ഇന്റർനെറ്റ് ഓഫ് മണി എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഉണ്ട്, ചെറിയ ബുക്കാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഹിസ് സ്പീച്ചസ്. ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യും വായിക്കാൻ. കാരണം അത് വായിച്ചതോടുകൂടി എനിക്ക് വെബ്3 എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഫിലോസഫിക്കിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇതൊരു പിരമിഡ് സ്കീം പോലെയല്ല, സ്കാം അല്ല, അതിന്റെ പുറകില് ടെക്നോളജിക്കലി അതിന്റെ പുറകില് എന്താ പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്. ഇതൊരു അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നപ്പോഴാണ് വെബ്3 ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയത്. പിന്നെ ഞാൻ സ്റ്റാർട്ടഡ് മീറ്റിംഗ് പീപ്പിൾ, സ്റ്റാർട്ടഡ് റീഡിങ് മോർ അബൌട്ട് വെബ്3. അങ്ങനെയാണ് വെബ്3 എന്താ പറയുക ഇൻട്രസ്റ്റും ഉള്ളത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വെബ്2 ഫേമിലാണ് ആസ് എ ബിസിനസ് അനലിസ്റ്റ്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത്? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തുന്നത് എക്സാക്ട്ലി? അതെ, എൻട്രി ചെയ്യുന്നത് വെബ്3 ഒരു ബേസിക്കലി ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു എന്താ പറയണ ഒരു സെറ്റപ്പ് ആണ് ബേസിക്കലി. വെബ്3 എത്തിപ്പെടുന്നത് ആൾക്കാർ ഒന്നെങ്കിൽ ഇതുപോലെ ഐഡിയോളജിയിൽ ഇൻട്രസ്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ടെക്നോളജിനെ കുറിച്ച് അറിയാവുന്നവര്. ഞാനിപ്പോ എത്തിപ്പെട്ടത് ഇതുപോലെ തന്നെ NFT ടോക്കൺസ് ഒക്കെ കുറച്ച് മേടിച്ചിരുന്നു പല എക്സ്ചേഞ്ചുകളിൽ നിന്ന്. എനിക്കൊന്ന് വസീറെക്സ്, ഇന്ത്യൻ എക്സ്ചേഞ്ചുകൾ വഴി തന്നെ മേടിച്ചു. വോൾട്ട്, ദ സ്പെഷ്യൽ വോൾട്ട്, അങ്ങനെയൊക്കെ വന്ന് NFT എത്തിപ്പെടുന്നത് നമ്മുടെ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പോ ഹി സ്റ്റാർട്ടഡ് മിന്റിങ്. ഹീസ് റിയലി ഗുഡ് ആർട്ടിസ്റ്റ്, അമേസിംഗ് ആർട്ടിസ്റ്റ്, വിഷ്ണു പവിത്രൻ. അപ്പോ അവന്റെ ആർട്ട് വർക്കുകൾ മിന്റ് ചെയ്ത് ഓൾറെഡി മാർക്കറ്റ് പ്ലേസുകളിൽ നല്ല രീതിയിൽ സെയിൽ ആവുന്നുണ്ടായിരുന്നു. ദെൻ ഐ ഗോട്ട് റിയലി ഇൻട്രസ്റ്റഡ്. ഓക്കെ, ഹൗ ഈസ് ഹി ഡൂയിങ് ഇറ്റ്? പിന്നെ അവനും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തന്നു കഴിഞ്ഞപ്പോ കിട്ടി. അത് കഴിഞ്ഞിട്ട് NFT വെബ്3 ഹാപ്പനിങ് ആയിട്ടുള്ള ഏറ്റവും ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് എന്ന് ട്വിറ്റർ ആണ്. ട്വിറ്റർ കയറി NFT കുറിച്ച് അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കമ്മ്യൂണിറ്റികൾ കിട്ടി. ക്ലബ് മെഗ, അങ്ങനെ 1-2 ബേസിക് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൽ കിട്ടി. അതിനകത്ത് കയറിപ്പെട്ടി.
കുറച്ച് പേരെ മീറ്റ് ചെയ്തു. ദെൻ ഐ ഗോട്ട് ടു നോ മോർ അബൌട്ട് ലൈക്ക് മാർക്കറ്റ് പ്ലേസസ്, ദെൻ സ്റ്റാർട്ടഡ് റീഡിങ്. അങ്ങനെയാണ് NFT സ്പേസിലോട്ട് വന്നു വിട്ടത്. ഐ എം ഓക്കെ. നോട്ട് വലിയ ട്രേഡർ ഒന്നല്ല, കൂടുതലും കുറച്ച് ടോക്കൺസ് ഒക്കെ മേടിച്ച് ഹോഡിൽ ചെയ്ത് കുറച്ച് വർഷങ്ങളെ റിച്ച് ആവുന്നുള്ള ഒരു ആഗ്രഹത്തോട് ബന്ധപ്പെട്ട ഒരാളാണ്. ഓക്കെ. സോ ആക്ച്വലി ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ കാണുന്നതാണ് ആക്ച്വലി ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിട്ട് കാണുന്നത്. ഓക്കെ. സോ ഈ ഒരു എൻട്രി ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ കേൾക്കുന്ന ആക്ച്വലി നല്ലൊരു സംഭവമാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Web3 എന്ന് പറയുന്നത് ഫുള്ളി ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആണ്. ഒരു ഇന്റർമീഡിയറ്റിനെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു സ്പേസ് തന്നെ നല്ലൊരു ആളെ കിട്ടിയിട്ട് അതിലൂടെ ഒരു ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ലെക്കാണ് ആക്ച്വലി. സോ എനിവേസ് നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാൻ ആക്ച്വലി അജുവിന്റെ ഒരു വാട്സപ്പിൽ ബയോയില് ലിവ് ഇൻ ഡീസെൻട്രലൈസേഷൻ എന്ന് കണ്ടപ്പോഴാണ് ആക്ച്വലി ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിന് വിളിച്ചത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോ എന്താണ് ആക്ച്വലി ഡീസെൻട്രലൈസേഷൻ? അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട്, ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഡീസെൻട്രലൈസേഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവം കേൾക്കുന്നുണ്ട്. ആക്ച്വലി എന്താണ് അതിന്റെ കോർ എലമെന്റ്, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ബേസിക്കലി എന്താണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ, ബ്ലോക്ക് ചെയിൻ ഒരു ആപ്ലിക്കേഷൻ. ബേസിക്കലി നമുക്ക് നമ്മുടെ ഇപ്പൊ കറന്റ് കോണ്ടെക്സ്റ്റ് എടുക്കാം. അതായത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞത് നിലവിൽ നമ്മൾ കാണുന്നു കഴിഞ്ഞാൽ ഈ ഫേസ് ഓഫ് ഇന്റർനെറ്റ് ഒരു ക്ലയന്റ് സെർവർ മോഡലാണ്. അതായത് നമ്മുടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ് ബ്രൗസർ ഒരു ക്ലയന്റ് ആണ്. സെർവർ, അതായത് ഒരു സെൻട്രലൈസ്ഡ് സെർവർ ഉണ്ടാവും നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു സെൻട്രലൈസ്ഡ് വേയിലാണ് ഇപ്പൊ നടക്കുന്നത്. അതായത് അത് മോണിറ്റർ ചെയ്യാൻ ഒരു സെർവർ ഫാമുകൾ ഉണ്ടാവും, ബാങ്കുകൾ ഉണ്ടാവും, അവിടെ ഡാറ്റ അവർ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺട്രോളിറ്റി സെറ്റ് എന്താ പറയുക വേയിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി 3 ടൈപ്പ് നമുക്ക് കാണാം. ഒന്ന് സെൻട്രലൈസ്ഡ്, രണ്ടാമത്തെ ഡീസെൻട്രലൈസ്ഡ്, പിന്നെ ഒരെണ്ണമുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്ലയന്റ് സെർവർ മോഡൽ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലയന്റ് ഒരു സെർവർ ആയിട്ട് ഒരു പോർഷൻ ഇല്ല, അവിടെ ഒരു ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് കോപ്പീസ്, ഇപ്പൊ ഒരു നമ്മുടെ റിക്വസ്റ്റ് ചെയ്യുന്ന ഇൻഫർമേഷന്റെ കോപ്പികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പല പല നോഡുകൾ. അപ്പോൾ ഒരു സെൻട്രൽ പോയിന്റ് ഓഫ് കൺട്രോൾ ഇല്ല, സെൻട്രൽ പോയിന്റ് ഓഫ് ഫെയിലിയർ ഇല്ല. നമുക്ക് എന്താ പറയണേ, അവിടെ ഒരു പവർ കോൺസെൻട്രേഷൻ അവിടെ നടക്കുന്നില്ല. അതാണ് ബേസിക്കലി ഡീസെൻട്രലൈസേഷന്റെ കോർ എത്തോസ്. ഡിസ്ട്രിബ്യൂട്ടഡ്, അതിനകത്ത് ഈ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി സെർവർ മാറിയിട്ട് അവിടെ ഒരു സെറ്റ് ഓഫ് ഇന്റർ കണക്റ്റഡ് നോഡ്സ് വരും. ആസ് എ യൂസർ നമ്മൾ ഒരു നോഡുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, നമ്മളത് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാം നോഡുകളായിരിക്കും, അത് എല്ലാം എന്താ പറയണേ ഒരേപോലത്തെ ആക്സസ് ആയിരിക്കും. പക്ഷെ നമുക്ക് കൂടുതലും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് ആണ്. കാരണം എല്ലാവർക്കും നോഡ് ആവണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. ആസ് എ യൂസർ എല്ലാവർക്കും ആക്സസ് ചെയ്യണം താല്പര്യമില്ല. ബട്ട് നമ്മുടെ പവർ കോൺസെൻട്രേഷൻ ഇപ്പോഴുള്ള ഇന്റർനെറ്റിന്റെ മെയിൻ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ കോൺസെൻട്രേഷൻ ആണ് നടക്കുന്നത്. ഒരു സിംഗിൾ അതോറിറ്റി, അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഗൂഗിൾ, ഫേസ്ബുക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഗ്യാദർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ ഹെവിയാണ്. അവരുണ്ടാക്കുന്ന ഒരു യൂസർ പ്രൊഫൈൽ ഡാറ്റ, അവർക്കത് അതാണ് അവരുടെ മോണിറ്റൈസേഷൻ, അതിൽ നിന്നാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ഡാറ്റ വെച്ച് അവർക്ക് ഉണ്ടാകുന്ന പവർ അൾട്ടിമേറ്റ് പവർ ആണ്. അവർക്കത് എങ്ങനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം, മേ ബി അത് നെഗറ്റീവ് സൈഡ് അഡ്വേഴ്സ് എഫക്റ്റിലും യൂസ് ചെയ്യാം. അപ്പൊ ആ ഒരു പോയിന്റിലോട്ട് പോകാതെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഡാറ്റയ്ക്കും നമ്മുടെ എന്താ പറയണ ഇൻഫർമേഷനും ഒരു ഓണർഷിപ്പ്, ഈ വെബ്3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ഒരു ഇന്റർനെറ്റിനെയാണ് നമ്മളിപ്പോ Web3 എന്ന് പറയുന്നത് ബേസിക്കലി. അതും ഒരു ചെറിയ കൺസംഷൻ ഉണ്ട് ആൾക്കാർക്ക്, അതായത് Web3യും ഡീസെൻട്രലൈസ്ഡും സെയിം ആണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ബേസ്ഡ് ഇന്റർനെറ്റിനെയാണ് നമ്മൾ Web3 എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Web3യുടെ ബേസിക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേക്കിംഗ് കണ്ടന്റ് ഓണർഷിപ്പ് ലൈക്ക് ബാക്ക് ടു യൂസേഴ്സ്. അതായത് നമ്മുടെ ഡാറ്റ ഫേസ്ബുക്ക് ഓൺ ചെയ്യുന്നതിന് പകരം ഐ ഓൺ മൈ ഡാറ്റ, ഐ വിൽ ഡിസൈഡ് ഹൂ വിൽ യൂസ് ഇറ്റ് ഓർ ഹൂ വിൽ ഐ പ്രൊവൈഡ് ആക്സസ് ടു. ഞാൻ ആർക്ക് ആക്സസ് കൊടുക്കണം, ഞാൻ എന്റെ ഡാറ്റയുടെ ഏത് ഭാഗം, ഇപ്പൊ ഞാനിപ്പോ എന്റെ 5 ID കാർഡ് ഉണ്ട്, ജസ്റ്റ് ഭയങ്കര ഹൈ ലെവൽ എക്സാമ്പിൾ ആണ്. ഏത് ID കാർഡ് എനിക്ക് എൻട്രി കിട്ടണമെങ്കിൽ ID കാർഡിന്റെ എനിക്ക് മിനിമം ഇൻഫർമേഷൻ എനിക്ക് കൊടുത്താൽ മതി ക്ലബിൽ എൻട്രി കിട്ടാൻ.
ഇപ്പൊ മീൻസ് ഈ ഒരു ഡീസെൻട്രലൈസ് സെറ്റപ്പിലാണ് എനിക്ക് ഐ വിൽ ഏബിൾ ടു ഡിസൈഡ് വിച്ച് ഇൻഫർമേഷൻ ഐ നീഡ് ടു പാസ് ഓൺ. അപ്പൊ ബേസിക്കലി ഇറ്റ്സ് ഓണർഷിപ്പ്. അതായത് ഈ ഒരു റെവല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തോരം ആൾക്കാർക്ക് കൺവേ ആവും എന്ന് ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം പക്ഷെ വളരെ സിമ്പിൾ ആണ് ഇതിന്റെ തോട്ട് പ്രോസസ്സ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സെറ്റുകളും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കുന്ന പാട്ടുകള്, നമ്മുടെ മൂവി, ഈവൻ നമ്മൾ മേടിക്കുന്ന സ്റ്റോക്സ്, ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് ആയി തുടങ്ങി. ഇതെല്ലാം ഒരു ലെഡ്ജറിലെ, ഒരു ഡിജിറ്റൽ ലെഡ്ജറിലെ നമ്പറുകളായി മാറി. നമ്മളറിയാതെ നമ്മുടെ അസറ്റുകളൊക്കെ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുക. ഈ ഡിജിറ്റൽ ആവുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണർഷിപ്പ് ആര് പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ സ്റ്റോക്കിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാണ് ഞാൻ. കുറച്ച് സിമ്പിൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിളാണ്. ഇത് ഭയങ്കര ഹൈ ലെവലാണ്, അപ്പൊ അതിന്റെ കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അതൊക്കെ പറയുന്നില്ല. സ്റ്റോക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ CDSL, അതുപോലെ NDSL, ഐ ഗസ്. അപ്പൊ അവരാണ് ഇതിന്റെ ഓണർഷിപ്പ്. അജു എന്നൊരാൾ അല്ലെങ്കിൽ മുസ്തഫ എന്നൊരാളുടെ 10 സ്റ്റോക്ക് ഉണ്ട് എന്ന് അത് പറയുന്നത്. നാളെ ഇൻ കേസ് നാളെ പറയാണ് നമ്മുടെ പേരിൽ കേസ് വരാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പറയാണ് ഇത് അജുവിന് ഇത് കൊടുക്കരുത്, അല്ലെങ്കിൽ അജുവിന് അത് ബാർ ചെയ്യാണെന്ന് പറയുകയാണെങ്കിൽ ആ സെൻട്രൽ ഏജൻസിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ സ്റ്റോക്സ് അജുവിന്റെ അല്ല എന്ന് പറയാം. Web3 അല്ലെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ഒരു ഇന്റർനെറ്റ് വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണർഷിപ്പ് എടുക്കാൻ ഒരു തേർഡ് പാർട്ടിയുടെ ആളുടെ ആവശ്യമില്ല. ഇറ്റ്സ് ദെയർ ഇൻ ദ ബ്ലോക്ക് ചെയിൻ, ഇറ്റ്സ് പ്രൂവൺ. അത് ആ ബ്ലോക്ക് ചെയിനിൽ എന്ന് പറഞ്ഞാൽ ആ അസെറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ ഈ ഡീസെൻട്രലൈസ്ഡ് ഇന്റർനെറ്റിന് പറ്റും. ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ആണ് Web3യുടെ എന്താ പറയണേ അട്രാക്റ്റീവ് ഫീച്ചർ ആയിട്ട് കാണുന്നത്. ഐ ഹോപ്പ് ഐ മേഡ് ഇറ്റ് ക്ലിയർ. ഓക്കെ. അപ്പൊ ഇതിൽ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഡാറ്റ ആക്ച്വലി നമുക്ക് തന്നെ ഓൺ ചെയ്യാൻ പറ്റും. അതായത് ലൈക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഫോണിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയാസിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ കുറച്ച് ഒരു 2000 ആ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ഭയങ്കരമായിട്ട് ഹൈപ്പൊന്നുമില്ല. ലൈക്ക് ഈവൻ നമ്മൾ പറയും നമ്മൾ ഫോൺ എടുത്താൽ കണ്ണിന് കേടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സോ അതിൽ നിന്നും നമ്മൾ ബേസിക്കലി ലൈക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഫോണിന്റെ ഒരു ലൈക്ക് നമ്മളൊരു യൂസർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇതിൽ നമ്മൾ ആലോചിച്ച് നോക്കി ഇത്രയും യൂസേഴ്സ് വരുന്നുണ്ട്, ആൻഡ് ഇത്രയും വലിയൊരു ലൈക്ക് ഡാറ്റ കളക്ഷൻ ആണ് ആക്ച്വലി വലിയ വലിയ ഒരു അതോറിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഇവിടെ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇപ്പൊ അജു ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് നമുക്ക് ലൈക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോ ലൈക്ക് അജു ഇതില് പറഞ്ഞിട്ടുള്ള വേറൊരു സംഭവം കൂടെ Web3 എന്താണെന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ബേസിക്കലി പല ആളുകൾക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യം കൂടെ ആയിരുന്നു. ആൻഡ് ഓക്കെ, സോ ഇതില് നമ്മൾ നോക്കുമ്പോൾ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം, ഡാറ്റ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഡാറ്റ നമുക്ക് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു. ആക്ച്വലി എവിടെയാണ് ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അജു? അതായത് നല്ല ക്വസ്റ്റൻ ആണ്. ഇപ്പൊ നമ്മുടെ കറന്റ് ഇന്റർനെറ്റ് ഫോർമാറ്റില് ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു കാര്യം കൂടി പറയാനുള്ളത്, അതായത് നമ്മൾ കാണുന്ന ഇപ്പൊ നമ്മുടെ എന്താ പറയുക ആക്സസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് ആണ്. കാരണം ഇത് ഇന്റർനെറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. ഓൺലി കണ്ടന്റ് ഈസ് സെൻട്രലൈസ്ഡ് ഓർ മേ ബി സം പാർട്ട് ഓഫ് ഇറ്റ് സെൻട്രലൈസ്ഡ്. കാരണം അതുപോലെ തന്നെ ഇമെയിൽ ഇതുപോലത്തെ പ്രോട്ടോകോൾ ഒക്കെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ബേസിക് ഐഡിയ. സോറി, ക്വസ്റ്റ്യൻ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ്. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കറന്റ് മോഡൽ എങ്ങനെയാണ്. കറന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ഓൾറെഡി ക്ലയന്റ് സെർവർ മോഡലാണ്. അതുപോലെ നമ്മുടെ ഡാറ്റ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ മീൻസ് അവിടെ ഡാറ്റ പുഷ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സെൻട്രലൈസ്ഡ് ഡാറ്റാബേസുകളിലാണ്. അതും ഇതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് എന്റിറ്റികളിലാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് സെർവറുകളിലാവാം. ഇതൊക്കെ മേ ബി ഒരു ജിയോ ലൊക്കേഷനിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ. ഇപ്പൊ മുംബൈ എന്ന് പറയുകയാണെങ്കിൽ മുംബൈ എന്ന ലൊക്കേഷനിൽ ഉണ്ടാവും. അവർക്ക് ഒരു ബാക്കപ്പ് 1 or 2 ലൊക്കേഷനിൽ ഉണ്ടാവും. ഈ ലൊക്കേഷനുകളിലാണ് ഇവർ ഇതിന്റെ സ്റ്റോറേജുകൾ മേ ബി ലൈക്ക് ബിഗ് വെയർ ഹൗസ് കൈൻഡ് ഓഫ് സീൻ, എന്താ പറയാ സെർവർ ഫാമുകൾ പോലെ. കറക്റ്റ് ടൈം എനിക്ക് ഐ എം നോട്ട് ഷുവർ, ഫാം തന്നെയാണ് പറയാറ്. അപ്പോ ആ ഒരു സ്പേസിലാണ് നിലവിൽ നിൽക്കുന്നത്. അതിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെൻട്രലൈസ്ഡ് ആയി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പവർ ഫോർ അതോറിറ്റി ഹെവിലി ഡിപ്പെൻഡ്സ്. പിന്നെ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റഡ് നമ്പറിലാവുമ്പോൾ അതിനകത്ത് സൈബർ അറ്റാക്സ്, നമ്മുടെ ഡാറ്റ ലീക്ക് ആവാനുള്ള ചാൻസസ്. ഇതിൽ നോക്കുമ്പോ ലൈക്ക് എൻവയോൺമെന്റും കൂടെ കുറച്ചും കൂടെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ആകുമ്പോൾ. തീർച്ചയായിട്ടും അതും വരുന്നുണ്ട് 100%.
ഞാൻ പറഞ്ഞു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രലൈസ്ഡ് രീതിയിലുള്ള സ്റ്റോറേജ് അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഈ ഇന്റർനെറ്റ് റെവല്യൂഷന്റെ ഭാഗമായിട്ട് അന്ന് ആ ഒരു മോഡൽ ഓഫ് വേ ഓഫ് എന്താ പറയുക ഈ അപ്രോച്ചാണ്. കാരണം അതായിരുന്നു കുറച്ചും കൂടി സ്കെയിൽ ചെയ്യാൻ എളുപ്പം, ബിൽഡ് ചെയ്യാൻ എളുപ്പം. അങ്ങനെയാണ് അത് നമ്മൾ ഫോം ചെയ്തു വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ സെൻട്രലൈസ്ഡ് മീൻസ് സെൻട്രലൈസ്ഡ് വേ എന്ന് മാറിയിട്ട് നോട്ട് ഓൺലി സെൻട്രലൈസ്ഡ് യു ക്യാൻ സേ ഡാറ്റ സ്റ്റോറേജ് സെൻട്രൽ ഒരു സെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് ക്ലൗഡ് ബേസ്ഡിലോട്ട് മാറി. ഇപ്പൊ നിലവിൽ നമ്മൾ കാണുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് റെവല്യൂഷൻ ആണ്. അത് വളരെ എന്താ പറയുക AWS ഒക്കെ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ആണ്. AWS ഒക്കെ ബിസിനസ് മോഡൽ കാണണം, ഭയങ്കര റവന്യൂ ഗ്രോത്ത് ആണ്. ഐ തിങ്ക് ലൈക്ക് 2022 $8 billion വർത്ത് ആയിട്ടുള്ളതാണ് ഈ ക്ലൗഡ് സ്റ്റോറേജ് സൊല്യൂഷൻസ്. അത് ഇറ്റ്സ് പ്രെഡിക്റ്റിംഗ് ടു ബി അറൌണ്ട് 300 or not 400 billion by 2030. ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് സിമിലർ സൊല്യൂഷൻ ആണ്. ബട്ട് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്ലൗഡ് മീൻസ് നമുക്ക് പരിചിതമായിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്പ് ബോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവോ ഒക്കെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഇതും സിമിലർ സൊല്യൂഷൻ ആണ്. ബട്ട് ഇൻ ദ സെൻസ് ബിസിനസ്സുകൾ ഒക്കെ സോറി എന്താ പറഞ്ഞ കേട്ടില്ല. ഡെവലപ്പേഴ്സിന് കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് AWS. അതെ അതെ അതെ, കാരണം വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ലൈക്ക് ഫോർ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കൺവെൻഷണൽ മോഡൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ നമ്മുടെ ബിസിനസ്, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ ഉള്ളത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉള്ളവരുടെ ബിസിനസിന്റെ പ്രിമൈസിൽ അവരുടെ ഓഫീസിൽ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ സ്കെയിൽ ചെയ്യാൻ പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്കെയിൽ കൂടുമ്പോൾ സ്റ്റോറേജ് കൂട്ടാൻ കോസ്റ്റ് വരും. നമുക്ക് അതിന് ഹാർഡ്വെയർ കൂടുതൽ മേടിക്കേണ്ടി വരും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എഞ്ചിനീയർ വേണം. ക്ലൗഡ് ബേസ്ഡ് സ്റ്റോറേജ് ആകുമ്പോൾ നമ്മൾ പേപ്പർ യൂസ് ആണ്, സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മൾ അതിനനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നു. നമുക്ക് സ്കെയിൽ ചെയ്യാൻ എളുപ്പമാണ്, സെക്യൂരിറ്റി കുറേ കൂടി കൺവീനിയന്റ് ആണ്, നമുക്ക് ഈസിയാണ്. ഇറ്റ്സ് വെരി ഈസി ടു ലൈക്ക് ഡിപ്ലോയ് ആൻഡ് ഭയങ്കര കമ്പാരിറ്റീവ്ലി ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫോർ എ ബിസിനസ് ക്ലൗഡ് മോഡൽ. പക്ഷെ സിമിലർ ക്ലൗഡ് മോഡലിൽ മെയിൻ സിമിലർ പ്രോബ്ലം ആണ് സെൻട്രലൈസിനുള്ളത്. അതായത് പവർ കോൺസെൻട്രേഷൻ ഉണ്ട്, ഫെയിൽ ടോളറൻസുകൾ പ്രശ്നം വരാം, ഡാറ്റ സെക്യൂരിറ്റി ഇഷ്യൂസ് വരാം. അതിപ്പോ പറയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷന്റെ അല്ലെങ്കിൽ ഒരു Web3 ഒക്കെ എത്തോസായിട്ടുള്ള നമ്മുടെ ഒരു പ്രൈവസി. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഏജൻസി പറയാണ് ഡാറ്റ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യേണ്ടി വരും, കാരണം അവരൊരു കംപ്ലൈ ചെയ്യേണ്ട മാറ്റർ ഉണ്ട്. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് സെറ്റപ്പ് മാറിയിട്ട് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നോഡ് നെറ്റ്വർക്കിലായിരിക്കും. അതിന് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പിയർ ടു പിയർ യൂസ് ചെയ്യാം. രണ്ട് ഓപ്ഷനും മാർക്കറ്റിൽ നിലവിൽ രണ്ട് ടൈപ്പ് പ്രോഡക്റ്റും ഉണ്ട്. അതായത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്, ലൈക്ക് ആർവിവ് ബ്ലോക്ക് ചെയിൻ അല്ല, ഫയൽ കോയിൻ, പിന്നെ എനിക്ക് തോന്നുന്നു BitTorrent. ഇതൊക്കെ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് അല്ലാത്ത സൊല്യൂഷൻസ് ആണ് ആർവിവ്, ഇതൊക്കെ. ഇപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള IPFS പിയർ ടു പിയർ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് അതോറിറ്റി ഇല്ലാത്ത കാരണം ഇപ്പൊ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് ബേസിക്കലി നമ്മൾ ഡീസെൻട്രലൈസ് സ്റ്റോറേജ് പറയുകയാണെങ്കിൽ സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഉണ്ടാവാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഡാറ്റ ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡാറ്റ തെഫ്റ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഡാറ്റ തെഫ്റ്റ് ഉണ്ടാവാൻ വേറൊരു കാരണം കൂടി ഉണ്ട്, കാരണം ഡീസെൻട്രലൈസ് സ്റ്റോറേജിൽ നമ്മൾ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് യൂസ് ക്രിപ്റ്റോഗ്രാഫി യൂസ് ചെയ്യുന്നുണ്ടാവും, ഹാഷിംഗ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ വളരെ ഈസി അല്ല ഒരു ഹാക്കറെ സംബന്ധിച്ചിടത്തോളം, ഒരു സൈബർ അറ്റാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ റിക്കവർ ചെയ്യാം. കാരണം ഡീസെൻട്രലൈസ് സ്റ്റോറേജിന് പല ഒരു ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫ്രാഗ്മെന്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഒറ്റ പീസായിട്ട് സ്റ്റോർ ചെയ്യാതെ പല പീസുകളായിട്ട്, പസിലുകളായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു സൈബർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഒരു പീസ് കിട്ടിയിട്ട്, ഒരു ഡാറ്റ പീസ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഹാക്കറിന് കാര്യമില്ല. അപ്പൊ അങ്ങനെ മൾട്ടി ലെവലുകൾ വെച്ചിട്ടാണ് ഈ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിന്റെ ഒരു ബെനിഫിറ്റ്. അപ്പൊ എന്താ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറന്റ്ലി സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഈ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് വെക്കുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി അതിന്റെ പല ലെയർ ആയിട്ട് നമ്മൾ വെക്കുകയാണ്. മീൻസ് ഇറ്റ്സ് നോട്ട് എ നേറ്റീവ് ഫീച്ചർ ഓഫ് ദ ടെക്നോളജി. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിൽ നമുക്കത് നേറ്റീവ് ഫീച്ചർ ആണ്, കാരണം അത് അതിന്റെ കോർ പാർട്ടാണ്. ഇതാണ് ബേസിക്കലി ഒരു ഡീസെൻട്രലൈസ് സ്റ്റോറേജിന് എന്ന് പറയാനുള്ളത്. പിന്നെ ഡീസെൻട്രലൈസ് സ്റ്റോറേജ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഒരു
വളരെ നേസൻ സ്റ്റേജിലാണ്, വളരെ ഏർലി സ്റ്റേജിലാണ്. നമ്മളൊക്കെ അതിന്റെ വളരെ സ്റ്റാർട്ടിങ് കണ്ടു തുടങ്ങിയിട്ടുള്ളൂ പല പല പ്രൊജക്ടുകളും. എനിക്ക് തോന്നുന്നു കണ്ടിടത്തോളം, ഇൻഡസ്ട്രി കണ്ടിടത്തോളം, നമ്മൾ ഒരു IoT മീൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആവും, അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം വന്നു കഴിയുമ്പോഴേക്കും ഈ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ശരിക്കും എക്സ്പ്ലോർഡ് ആവാനുള്ള ഒരു ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. ഐ ഹോപ്പ് ഐ മേഡ് ഇറ്റ് ക്ലിയർ. യാ. ഓക്കെ. സോ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞു ലൈക്ക് ഓരോ നോഡ്സിലാണ് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോ ലൈക്ക് നമ്മൾ ഒരു കമ്പനി, ആസ് എ കമ്പനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയെ റിലൈ ചെയ്തുകൊണ്ട്, അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി അവിടെ പോയത്. അപ്പോൾ ഇവിടെ നോഡ്സിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ അതോറിറ്റി ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്ന് പല ബിഗിനേഴ്സിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. റൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു കോൺസെപ്റ്റ് ഓഫ് ട്രസ്റ്റിൽ വരുമ്പോൾ എന്താണ് അവസ്ഥ? അത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റൻ ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരു കമ്പനി നടത്താണെങ്കിൽ, ഒരു ബിസിനസ് നടത്താണെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ബിസിനസ് മോഡലുകളെല്ലാം ട്രസ്റ്റ് ബേസ്ഡ് ആണ്. അതായത് ഞാൻ AWS, ഇപ്പൊ സപ്പോസ് AWS ലീഡിങ് ഇൻ ദ മാർക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച് ആണ് എടുക്കുന്നത്. ഓക്കെ, എനിക്ക് എന്റെ ബിസിനസ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് AWS, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സ് ആയിട്ട്. ഈ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിന്റെ ഒരു എന്താ പറയുക, നേറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കൺസെൻസസ് മെക്കാനിസം ബേസിക്കലി, അതായത് എങ്ങനെയാണ് ഇവര് എഗ്രിമെന്റിൽ എത്തുന്നത്, എങ്ങനെയാണ് സ്റ്റോറേജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ട്രാൻസാക്ഷനുകളാണ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആവുമ്പോൾ, നമ്മളിപ്പോ സംസാരിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആണ്. കാരണം ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആവുമ്പോഴാണ് അതൊരു ട്രസ്റ്റ്ലെസ് മോഡിലോട്ട് വരുള്ളൂ, പിയർ ടു പിയർ ആവുന്നേക്കാളും കൂടുതൽ. കാരണം ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആവുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ട്രാൻസാക്ഷനുകളും, അതായത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ, എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു, എന്തൊക്കെ ട്രാൻസാക്ട് ചെയ്യുന്നു, എന്തൊക്കെ റിട്രീവ് ചെയ്യുന്നു, എന്തൊക്കെ ആർക്ക് മീൻസ് ആക്സസ് ഉണ്ട്, എല്ലാം നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിൽ, ബ്ലോക്ക് ചെയിനിൽ നമുക്കത് എന്താ പറയണേ, സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി ഇറ്റ്സ് ആക്സസിബിൾ. അതായത് നമുക്കോടൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ AWSന്റെ സർവീസ് അവർ വന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഗ്യാരണ്ടി വേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഇതിനൊക്കെ ആക്സസ് ഉണ്ട്. സോ ഓൾറെഡി ഇൻബിൽറ്റ് ഓർ ഇറ്റ്സ് എൻഗ്രേവ്ഡ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ ദാറ്റ് ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്, ഇതിനെ യൂസ് ചെയ്യുന്ന എന്താ പറയണ, ഈ ബ്ലോക്ക് ചെയിന്റെ പ്രോട്ടോകോൾ എങ്ങനെയാണ്, ഞങ്ങൾ ഈ രീതിയിലുള്ള ടെക്നോളജികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം അവിടെ ക്ലിയർ കട്ട് നമുക്ക് പ്രോട്ടോകോൾ. കാരണം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ, നമ്മളോട് സംസാരിക്കുന്നത് പബ്ലിക് ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. ഇതിനും കാറ്റഗറീസ് ഉണ്ട്. അതിന്റെ ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോൾ ആണ്. നമുക്കൊരു കോഡ് വെരിഫൈ ചെയ്യുന്ന ആളാണ്, അതിനുള്ള നോളജ് ഉണ്ട്. ടെക്നിക്കലി നമ്മൾ അത്രയും സൗണ്ട് ആണെങ്കിൽ അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ആർ ദ ഡീലിംഗ്, വാട്ട് ആർ ദ ഇൻസൈഡ് ഈച്ച് ആൻഡ് എവറി ബിറ്റ്. അപ്പോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തേർഡ് പാർട്ടീനെ എടുത്ത് ട്രസ്റ്റ്ലെസ് മോഡൽ, അതായത് നമുക്കിവിടെ ഒരു വെരിഫയറിന്റെ ആവശ്യമില്ല. അത് എങ്ങനെ വെരിഫയറിന്റെ ആവശ്യം ഇല്ലാതാക്കുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടെക്നോളജീസ് ലൈക്ക് ക്രിപ്റ്റോഗ്രഫി, ഹാഷിംഗ്, കൺസെൻസസ് മെക്കാനിസം, like the ledger, distributed ledger. It's a combination of things that makes a trustless thing. അതാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് മേഡ് ക്ലിയർ. ഈ ഒരു സംഭവം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ബ്ലോക്ക് ചെയിൻ എന്താണ്, ക്രിപ്റ്റോകറൻസി എന്താണ്, ക്രിപ്റ്റോഗ്രാഫി എന്താണ്, കൺസെൻസസ് മെക്കാനിസം എന്താണെന്ന് മനസ്സിലാവും. അതെ അതെ, കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. കാരണം അതിന്റെ ടെക്നിക്കാലിറ്റി പറയുകയാണെങ്കിൽ ഈവൻ ഞാനും അതിന് അത്ര എക്സ്പേർട്ട് അല്ല. ഐ ഓൾസോ നോ ദ ഹൈ ലെവൽ സ്കോപ്പ്. ഐ എം ഓൾസോ ലേണിംഗ്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൗട്ട് വരുന്നു, ആൾക്കാരോട് ചോദിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പ്രൊജക്ടിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, സീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഡിസ്ട്രിബ്യൂഷൻ, ഈ ക്ലൗഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സിമിലർ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, സ്റ്റാക്ക് OS ഒരു ഡി ക്ലൗഡ് സൊല്യൂഷൻ ആണ്. നമുക്ക് ബ്ലോക്ക് ചെയിൻ ആസ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവരുടെ ക്ലൗഡ് സ്റ്റോറേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ടു കമ്മ്യൂണിക്കേറ്റ്. യാ. Okay. So nice. And so ഇതില് ലൈക് ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതില് എങ്ങനെ ഒരു ഗവൺമെന്റ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്ക് എങ്ങനെ ഇത് എഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ ലൈക്ക് എഫിഷ്യൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്? അത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്.
എഫിഷ്യൻസി കൂടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി മീൻസ് ഇപ്പൊ പറയാൻ നമ്മുടെ കയ്യിൽ ഡാറ്റ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്റ്റഡീസ് ഒക്കെ നടക്കുന്നുള്ളൂ. ചില സ്ഥലത്തൊക്കെ ഈ ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് എഫിഷ്യൻസി കുറഞ്ഞതിന് വരെ സ്റ്റഡീസ് ഉണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി കാരണം അത് നമ്മൾ ആ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടൈമിൽ എത്തിയിട്ടില്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലി 10-12 years മേ ബി വൺസ് ബിറ്റ് കോയിൻ ഇസ് ഹിയർ, 13 years, നോട്ട് 13 years, 15 years മേ ബി. അപ്പൊ വളരെ നേസൻ സ്റ്റേജിലുള്ള ഈ ടെക്നോളജി എങ്ങനെയാണ് ഗവൺമെന്റ് ഇതിനെ അഫക്ട് ചെയ്യാൻ പോകണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഇമ്പാക്ട്സ് നമ്മൾ കാണാൻ പോകുന്നത് ഫൈനാൻസിലായിരിക്കാം. ഇറ്റ് വിൽ ബ്രിങ് മോർ ട്രാൻസ്പെറൻസി ഫൈനാൻസില്. നമുക്ക് ട്രാൻസാക്ഷനുകളൊക്കെ കുറെ കൂടി വിസിബിൾ ആവും. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ ബേസിൽ പറയാം. നമ്മുടെ ഒരു ഫണ്ട് MP ഫണ്ട് ആണെന്ന് വെച്ചോ. MP ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര ഒരു 10-20 lakhs rupees ഫണ്ട് നമുക്ക് അലോട്ട് ആയിട്ടുണ്ട് ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടിയിട്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഈ ഫണ്ട് എവിടെയൊക്കെ അലോക്കേറ്റ് ആയി, എത്രയൊക്കെ പൈസ ചെലവായി, എത്ര മിച്ചം വന്നു, ഇതൊക്കെ നമ്മളൊരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക്കായിട്ട് ഇത് ബ്ലോക്ക് ചെയിനിൽ വരുമ്പോൾ നമുക്ക് ആക്സസ് ചെയ്യാം. ഇറ്റ് ബ്രിങ്സ് മോർ ട്രാൻസ്പെറൻസി. നമുക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഒരു കോമൺ ആയിട്ടുള്ള എന്താ പറഞ്ഞ ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന പോലെ, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന പോലെ ഒരു ആപ്പ് തുറന്ന് നമ്മൾ വെരിഫൈ ചെയ്യുന്ന, ഓക്കെ നമുക്ക് കറക്റ്റ് വെരിഫൈ ചെയ്യുന്നു, ആ ട്രാൻസാക്ഷനുകളൊക്കെ കറക്റ്റ് അവിടെ സോർട്ട് ആയിട്ട് ബ്ലോക്ക് ചെയിനിലുണ്ട്, നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പൊ ഇറ്റ് വിൽ ബ്രിങ് മോർ ട്രാൻസ്പെറൻസി ഇൻ ടു ദ സിസ്റ്റം, എന്താ പറയുക, പബ്ലിക് ഗവേണൻസില്. പിന്നെ ഉണ്ടാവാൻ പോകുന്ന വലിയൊരു എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങിലൊക്കെ വളരെ കുറെ കൂടെ ഇൻസ്റ്റന്റ് ആയിട്ട്. അതിപ്പോ നമ്മളിപ്പോ നോർമൽ ഇതൊക്കെ ഭയങ്കര ഹൈ ലെവൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നേസൻ സ്റ്റൈലാണ്. സോ യു ഡോണ്ട് തിങ്ക് ലൈക്ക് ദിസ് ഇസ് ഹാപ്പനിങ് റൈറ്റ് നൗ. സംഭവങ്ങള് ഇത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാല് വരാൻ പോകുന്ന മാറ്റം അത് വേറെ ലെവലായിരിക്കും. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ആകാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. കാരണം ഈ പറയുന്നത് അറിയാലോ, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഫണ്ടൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് അവര് അത്രത്തോളം സപ്പോർട്ട് ചെയ്തോളണമെന്നില്ല. റൈറ്റ്, അങ്ങനെ ഒരുപാട്. അതെ. പിന്നെയുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഓൾറെഡി ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ലെവലുകൾ നമ്മൾ കാണുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ അതായത് മഹാരാഷ്ട്രയിലെ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ കോളേജ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇറ്റ്സ് ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്ന ഒരു, അതായത് NFTs ആയിട്ടോ അല്ലെങ്കിൽ ടോക്കണൈസേഷൻ ആണ് ബേസിക്കലി നടക്കുന്നത് ഒരു ഡിജിറ്റൽ അസറ്റിന്റെ. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന്റെ വലിയൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും റിയൽ എസ്റ്റേറ്റ്. അതിൽ വലിയ ഹ്യൂജ് എന്താ പറയുക പൊട്ടൻഷ്യൽ ഉണ്ട്. അതായത് വൺസ് ഇറ്റ് ഈസ് ഇൻ എ പബ്ലിക് ബ്ലോക്ക് ചെയിൻ, നമുക്കൊരു ടോക്കണൈസ്ഡ് അസറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു വെരിഫൈ. നമ്മൾ ഇന്നത്തെ പോലെ പേപ്പറുമായിട്ട് എന്താ പറയണേ രജിസ്റ്റർ ഓഫീസിൽ കറങ്ങി നടക്കണം, ഒരു പേപ്പർ മൂവ് ചെയ്യാൻ ഇത്ര സമയം എടുക്കണം, അപ്രൂവലുകൾ കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ എന്താ പറയുക പബ്ലിക് ബ്ലോക്ക് ചെയിനിലോട്ട് വന്നു കഴിയുമ്പോൾ ഗുണം തന്നെ കഴിഞ്ഞാൽ ഇറ്റ്സ് വിൽ ബി വെരി ഇൻസ്റ്റന്റ് ടു ട്രാക്ക്. നമുക്ക് കറക്റ്റ് ഇൻസ്റ്റന്റിൽ ട്രാക്ക് ചെയ്യാം. ഇതിന്റെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ നമ്മൾ 100,000 ഓഫീസുകൾ കയറി നടക്കണ്ട. ഇറ്റ്സ് യുവേഴ്സ്. നമുക്ക് റെഡിലി നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. റീസെന്റ് വേറെ കണ്ട ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു, ഐ തിങ്ക് UP-ലാന്ന് തോന്നുന്നു. ഇത് പറഞ്ഞൊക്കെ മിക്കതും പോളികളിലാണ് നമ്മൾ കണ്ടേക്കണേ. FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന FIR ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള എന്താ പറയണ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ എം വെരി ഹോപ്പ്ഫുൾ ഇൻ ദാറ്റ്. ആൻഡ് ഞാനിപ്പോ ഒരു പ്രൊജക്ട് ആയിട്ട് അസോസിയേറ്റഡ് ആണ്, പോൾ2 എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളും ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫൗണ്ടർ ഉണ്ട്, വൈഭവ്. ഇപ്പൊ ബേസിക്കലി ഇതുപോലെ തന്നെ പബ്ലിക് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകള് കുറച്ചും കൂടെ, അല്ലെങ്കിൽ NGOs, ഈ സ്പേസിൽ വർക്ക് ചെയ്യുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGOs, അവരുടെ കോപ്പറേഷൻസ് നമുക്ക് ഇതുപോലെ തന്നെ പബ്ലിക് ബേസ്ഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി എങ്ങനെ ബ്രിങ് ഓൺ ചെയ്യാം. ആ ഒരു ആസ്പെക്ടില് ഞങ്ങൾ വളരെ നേസൻ സ്റ്റേജിലാണ്. ഐ എം സീയിങ് ഇറ്റ് അഗെയിൻ, ബട്ട് സ്റ്റിൽ വി ആർ വർക്കിംഗ്, വി ആർ ഹോപ്പ്ഫുൾ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺ ഔട്ട്. ഞാൻ വളരെ ഹോപ്പ്ഫുൾ. ഗവൺമെന്റ് റേഞ്ചിൽ ബ്ലോക്ക് ചെയിനിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇറ്റ് വിൽ ചേഞ്ച് ദ ലൈഫ്. ലൈക്ക് അതായത് ലൈക്ക് ഞാനിവിടെ ലൈക്ക് ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ലൈക്ക് വിചാരിച്ച ഒരു സംഭവമാണ്, നമ്മള് ഡോക്ടറിനോട് നമ്മുടെ അസുഖം വ്യക്തമായിട്ട് പറയുന്നതിന് കൂടെ തന്നെ നമ്മുടെ ബ്ലോക്ക് ചെയിനില് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള അസുഖങ്ങള്, നമ്മുടെ ബ്ലഡിനെ പറ്റിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടറിന് കുറച്ചും കൂടെ
നമുക്ക് അനുസരിച്ചുള്ള മരുന്നുകൾ എഴുതി തരാൻ പറ്റും. റൈറ്റ്. അപ്പൊ അത് ഞാൻ ആക്ച്വലി അവിടുന്ന് ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. ഓക്കെ. അതെ, ഹെൽത്ത് കെയറും ആക്ച്വലി ഹെൽത്ത് കെയറും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീൽഡാണ്. ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ. ഹെൽത്ത് കെയറിൽ ഇമ്പോർട്ടന്റ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ചെയിനിൽ ആവണതുകൊണ്ട് മാത്രമുള്ള ഗുണമല്ല. ബ്ലോക്ക് ചെയിൻ ആവണതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ പ്രൈവസി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെൽത്ത് കെയറിൽ. അതായത് എന്റെ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റയാണ്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആപ്പുകളും ഒരുപാട് പേര് നമ്മൾക്കിപ്പോ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ടായി കോവിഡിന് കഴിഞ്ഞിട്ടും ഇത് കഴിഞ്ഞിട്ടും. കാരണം നമ്മുടെ ഹെൽത്ത് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിക്ക്, ബിസിനസ്സുകൾക്കൊക്കെ അത് ഇൻഫോർമേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഡാറ്റ സെക്യൂർ ആയിട്ട് എങ്ങനെ ട്രാൻസാക്ട് ചെയ്യാം, സെക്യൂർ ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാം, അവിടെയാണ് ബ്ലോക്ക് ചെയിൻ ഇംപ്ലിമെന്റേഷൻ വരാൻ പോകുന്നത്. മുസ്തഫ പറഞ്ഞതിനകത്ത് പോയിന്റ് അതാണ്. മീൻ ഈ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ വിൽ ബി റിയലി ഹ്യൂജ്. നമുക്ക് ട്രാക്ക് ചെയ്യാം, നമുക്ക് ഏത് ഇൻഫോർമേഷൻ ആണോ ആവശ്യമുള്ളത് അത് ഷെയർ ചെയ്യാം, ആ ഡാറ്റ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം, സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ദാറ്റ് വിൽ ബി ദ അൾട്ടിമേറ്റ് ഗെയിം. വളരെ നന്നായി തന്നെ പറഞ്ഞു ആക്ച്വലി. സോ ആൻഡ് ഇപ്പൊ കറന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ ഒരു പ്രൊജക്ട് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യും. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ കാണുന്ന ആദ്യത്തെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് തന്നെയാണ്. വെബ്. അതായത് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയാണ്. 1970s പേഴ്സണൽ കമ്പ്യൂട്ടർ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 99 തിമോത്തി ബെർണർലി വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ വെബ് ഇന്റർനെറ്റ് പിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2000 അതിനുശേഷം വി നെവർ ടേൺ ബാക്ക്. തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ഇറ്റ്സ് ബീൻ എന്താ പറഞ്ഞ മുന്നോട്ട് തന്നെയുള്ള ഓട്ടമാണ്. ലൈക്ക് multi-billion-dollar ഇൻഡസ്ട്രീസ് ആർ ബീങ് ബിൽഡ്. അതിനുശേഷം കണ്ട ഏറ്റവും വലിയ റെവല്യൂഷൻ ആണ് 2008 ബിറ്റ് കോയിനും, പിന്നെ അത് കഴിഞ്ഞ് വന്ന 2016 ഐ ഗസ് എത്തീരിയം. I think it's wrong. 2000. I'm not sure about the date. Sorry. Ethereum. അപ്പൊ ഇവിടെ വന്നേക്കുന്ന എന്താണ് ഇതൊക്കെ ഒരു പോയിന്റ് ഓഫ് ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനും എത്തീരിയം ഒക്കെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. ബട്ട് നമ്മളിപ്പോ എന്താ പറയുക, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പ്. അതായത് നമ്മളിപ്പോ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലിപ്കാർട്ടോ ആമസോണോ പോലെ അല്ലാതെ, ഫ്ലിപ്കാർട്ട് ആമസോൺ ഇപ്പൊ പഴയെന്ന് പറയുന്നത് ശരിയല്ല, കൺവെൻഷനൽ ഇന്റർനെറ്റിലെ ക്ലയന്റ് സെർവർ മോഡൽ ഉള്ളതാണ്. അതൊരു സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യുന്നു. പക്ഷേ ഡീസെൻട്രലൈസ്ഡ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിലാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നോഡിലാണ്. നമുക്കൊരു പോയിന്റിൽ പിടിച്ചിട്ട് ഓക്കെ ഈ സെർവറിലാണ് ഈ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്തിരിക്കണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ നെറ്റ്വർക്ക് ഓർ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ നോഡ്സ്. നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് പറയാം. കാരണം ഡീസെൻട്രലൈസ്ഡ് ആപ്സ് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിനും 10,000-കണക്കിനും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളായിരിക്കും, മീൻസ് സ്പെസിഫിക് ആയിരിക്കും DeFi, ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈനാൻസ് മേഖലയെ ഡീസെൻട്രലൈസ് കൊണ്ടുപോകും. അതെ. അതായത് ബേസിക്കലി ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്താന്ന് പറയുന്നത്, സെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് പോലത്തെ സിസ്റ്റം, കറന്റ് ബാങ്കിങ് പോലെ. അതായത് ഒരു തേർഡ് പാർട്ടിന്റെ ഒരു ട്രസ്റ്റഡ് സിസ്റ്റം ഉണ്ട്, അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ മാനേജ് ചെയ്യുന്നു. അതാണ് സെൻട്രലൈസ്ഡ് ഫൈനാൻസ്. ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തേർഡ് പാർട്ടി ഇല്ല. അവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിൽ 1 2 3 4 ഇത്ര നിയമങ്ങളെല്ലാം, മീൻസ് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്. ആ റൂൾസ് പാലിക്കുന്ന ആർക്കും ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം, ട്രാൻസാക്ട് ചെയ്യാം. അത് അവിടെ വെരിഫൈ ചെയ്യും എല്ലാ നോഡ്. ലൈക്ക് നമ്മള് പല ആൾക്കാരും പറയാറുണ്ട് ബിറ്റ് കോയിൻ ഭയങ്കര വളറ്റൈലാണ്, പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ ഈ അടുത്തായിട്ട് നമ്മള് അമേരിക്കയിലെ പല ബാങ്കുകളും ഡൗൺ ആയത് നോക്കുമ്പോൾ ബിറ്റ് കോയിനും കാട്ടി എത്ര പെട്ടെന്ന് നല്ല രീതിയിൽ ഡൗൺ വന്നിട്ടുണ്ട് പല ബാങ്കുകളും. റൈറ്റ്. അപ്പൊ ഇതിനൊക്കെ മാറ്റം ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിന് കൊണ്ടുവരാൻ പറ്റും. റൈറ്റ്. ഓക്കെ. അതെ തീർച്ചയായിട്ടും. ഈ ടോക്കന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റ് സെന്റിമെന്റ് ആണ്. മാർക്കറ്റ് എങ്ങനെ പെർസീവ് ചെയ്യുന്നു അതിന്റെ വാല്യൂ, അതിനനുസരിച്ച് ടോക്കൺ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നാളെ ഒരു ബൂം വരാണ്, നാളെ അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക ആപ്ലിക്കേഷൻ വരാണെന്നുണ്ടെങ്കിൽ ആ ടോക്കൺ വാല്യൂ ഷൂട്ടപ്പ് ചെയ്യും. അപ്പൊ അതൊരു എന്താ പറഞ്ഞ ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് കാണരുത് Web3 നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ. ഞാൻ അതാ പറഞ്ഞ ഐ എം നോട്ട് സെയിങ്, അതായത് അതിനെ കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്യാനല്ല പറയണേ. ഈ ടോക്കണൈസേഷന്റെ പാർട്ട് കൂടി ഉണ്ട്, അത് നമ്മൾ സംസാരിക്കും എന്തായാലും. കാരണം ടോക്കണൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ
നമ്മൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ വെബ്3നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനിലുള്ള മെയിൻ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് ഡെക്സുകൾ, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളെ കുറിച്ച് പറയാം. ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ഇപ്പൊ കാണുന്ന eBay പോലെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നമുക്ക് കൊമോഡിറ്റി കൈമാറാൻ പറ്റും, ഇല്ലെങ്കിൽ ടോക്കൺസ് കൈമാറാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഏറ്റവും കാണുന്ന കോമൺ ആയിട്ട് ഒരു വെബ്3 യൂസർ എന്താ ന്യൂബി അല്ലെങ്കിൽ പുതിയതായിട്ട് ആളാണെങ്കിലും കുറച്ചാളായിട്ട് ആൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും യൂണിസ്വാപ്പ്, പാൻകേക്ക് സ്വാപ്പ്. അതായത് നമ്മൾ ടോക്കൺസ് സ്വാപ്പ് ചെയ്യാൻ യൂസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഒരു കസ്റ്റോഡിയന്റെ അടുത്ത്, അതായത് ഒരു ഓണറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ കൈമാറ്റം നടത്തുന്നതിന് പകരം നമ്മൾ ഒരു പ്രോട്ടോകോളിൽ പോയിട്ട് ഒരു ട്രസ്റ്റ്ലെസ് മാനറിൽ നമ്മുടെ ഒരു വാളറ്റ് ഉണ്ട്, ഞാൻ അത് മേടിക്കുന്നു, എന്റെ പരിപാടി തീരുന്നു. ഇന്ന് ക്രിപ്റ്റോയിലേക്ക് എൻ്റർ ചെയ്യുന്ന പല ആളുകളും യൂസ് ചെയ്ത് വരുന്നത് ആക്ച്വലി CoinDCX, Azrix ആൻഡ് CoinSwitch, Cuber പോലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. പക്ഷെ ആക്ച്വലി ഇതല്ല ഈ പറയുന്ന ടെക്നോളജികളുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. കറക്റ്റ്, അത് തീർച്ചയായിട്ടാണ്. പക്ഷെ ഈ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു റെവല്യൂഷൻ പോസിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം 100% സെൻട്രലൈസ്ഡ് മാർക്കറ്റ് എക്സ്ചേഞ്ചുകൾ വേണം. കാരണം അവരാണ് ഈ ടോക്കൺ ചെയ്യാനും ഈ ഫിയറ്റ് ഓൺ റാമ്പും ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഡെക്സ് ഒക്കെ വളരെ ഏർലി സ്റ്റേജുകളിലാണ്. ഇപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായി, ബട്ട് സ്റ്റിൽ ഇതൊക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ അത് യൂസ് ചെയ്യാനായിട്ട് ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് ലൈക്ക് അവരുടെ ഒരു യൂസർ ഇന്റർഫേസ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ട്. എക്സാക്ട്ലി, തീർച്ചയായിട്ടും. ഈ വെബ്3യുടെ ഏറ്റവും എന്താ പറയണേ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ യൂസർ ഇന്റർഫേസ്. അതായത് സാധാരണ ഒരു ഇന്റർനെറ്റ് യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാളറ്റ് ഉണ്ടാക്കുക, പ്രൈവറ്റ് കീ സ്റ്റോർ ചെയ്യുക, അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഇത് മീൻസ് നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു എന്താ പറയുക ട്രാൻസിഷൻ പീരീഡിലാണ്. ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് വരുന്നു. അതൊക്കെ വളരെ മീൻസ് ഓൺ ദ വേ ആണ്. 100% വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസ് വരുന്നു. നമ്മൾ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത കാലത്ത് അത് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഇങ്ങനെ ഓക്കെ ആയി വന്നു. അതെ, തീർച്ചയായിട്ടും ഓക്കെ ആവും ചെയ്യും. ഈ യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് 100% അത് കുറെ കൂടി ഈസി ടു യൂസ് ആവും. നമുക്ക് ആൾക്കാരെ ഓൺബോർഡ് ചെയ്യാനും ഇപ്പൊ ഏറ്റവും വെബ്3ലോട്ട് ആൾക്കാരെ ഓൺബോർഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി യൂസർ എക്സ്പീരിയൻസ് യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും ഇംപ്രൂവ് ആവും 100%. അതോടുകൂടി ഒരുപാട് യൂസേഴ്സ് കയറേണ്ടതാണ്. അപ്പൊ ബേസിക്കലി ഇതുപോലത്തെ ഡെക്സുകൾ, പിന്നെ ഡിഫൈ ആയിട്ടുള്ള ഇപ്പൊ നമ്മളെ മലയാളിയായിട്ടുള്ള ഒരു ഐ തിങ്ക് സ്പാറ്റിയോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്, സൂര്യനാഥ് ബ്രോ, ഒരു ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് ബേസ്ഡ് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് പ്രൊഡക്റ്റ് ആണ് അവർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു റിയൽ വേൾഡ്, നല്ല റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ്. ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് അറിയാമെങ്കിൽ അത് കുറെ കൂടി എളുപ്പമായിരിക്കും. അവർ ടോക്കണൈസ് ചെയ്ത് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് അതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പിന്നെയുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ കാണുന്നത് ഡാവോസ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ. അതായത് നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, LLC എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് പോലെ LLC എന്ന് പറഞ്ഞ പോലെ കാണുന്ന ഡീസെൻട്രലൈസ്ഡ് വേർഷൻസ് ആണ് ഡാവോസ്. അതിനകത്ത് പല പല ആർട്ടിസ്റ്റ് ഡാവോസ് ഉണ്ട്, മേക്കർ ഡാവോ, അതൊക്കെ ടോക്കൺ ഡാവോസ് ആണ്. ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡാവോസ്. ഫസ്റ്റ് ഡാവോ മേ ബി എതീരിയത്തിന്റെ ആയിരിക്കും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹാക്ക് ഒക്കെ നടന്നത്. അത് കഴിഞ്ഞ് മേക്കർ ഡാവോസ് ഉണ്ട്, പിന്നെ ആർട്ടിസ്റ്റ് ഡാവോ, ഒരുപാട് ഡാവോകളുണ്ട്. അതൊരു ഡീസെൻട്രലൈസ്ഡ് വേയിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതിന്റെ മീൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ബേസിക്കലി ഡാവോസ്. പിന്നെ നമ്മൾ ഓൾറെഡി സംസാരിച്ചു ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജ് ഓപ്ഷൻസ്. ഇതിലൊരു ലൈക് ഡാവോന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താണ്ട്. എക്സാമ്പിൾ ലൈക് നമ്മുടെ ഒരു കമ്പനി, ഒരു ബേസിക്കലി ഒരു സെൻട്രൽ അതോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും. അവിടുത്തെ ആളുകളായിരിക്കും ആ ഒരു കമ്പനിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ വെബ്3നെ കുറിച്ച് പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള, കമ്മ്യൂണിറ്റിക്ക് കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഡാവോ എന്ന് പറയുന്നത്. റൈറ്റ്? അപ്പൊ അതിൽ കുറച്ചൊരു ക്ലാരിറ്റി വരും. അതെ. പക്ഷെ നമ്മളൊരു ഞാൻ മനസ്സിലാക്കിയത് എന്റെയും എന്താ പറയണ ഒരു പെർസ്പെക്റ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കമ്പനീനെ ഇക്വേറ്റ് ടു ഡാവോ എന്ന് പറയാൻ പറ്റില്ല. ഒരു കമ്പനി ഓക്കെ ഇറ്റ്സ് എ ഡ്രിവൺ തിങ്, അതിനൊരു മിഷൻ ഉണ്ട്, ഗോൾ ഉണ്ട്. ഡാവോ മേ ബി ഒരു കമ്മ്യൂണിറ്റി ഓൺഡ് ഓർഗനൈസേഷൻ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് എന്ന് പറയുന്ന ഇവർക്ക് കംപ്ലീറ്റ്ലി ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്.
അതെ അതെ. അപ്പൊ ഒരു കാര്യമുണ്ട്, അതായത് നമ്മള് റിയൽ വേൾഡ് നമ്മുടെ ഒരു കമ്പനീനെ ഡയറക്റ്റ് ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ നേറ്റീവ് ആവുമ്പോൾ ഡാവോ ആവും എന്ന് പറയണത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഡീസെൻട്രലൈസ്ഡ് ഓട്ടോണമസ് ഓർഗനൈസേഷന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഓൺഡ് ആണ്. അതായത് ഞാൻ ഡാവോയിൽ ഒരു പാർട്ട്ണർ ആണ്, മെമ്പർ ആണെങ്കിൽ ഐ ഓൾസോ ഓൺ ദാറ്റ് പീസ് ഓഫ് ഡാവോ. എനിക്കൊരു എത്രത്തോളം അതിന്റെ ടോക്കൺ ഷെയർ എന്റെ കയ്യിലുണ്ട്, ഞാൻ ആ ഒരു മേ ബി 5% അല്ല 1% ആണെങ്കിൽ 1% എന്റെ ആണ് ഡാവോ. സിമിലർ ടു ദാറ്റ് എനിക്ക് ആ ഡാവോയിൽ ഉണ്ടാവുന്ന ഡിസിഷൻസിൽ എനിക്ക് എന്റെ ടോക്കൺ ഹോൾഡിങ്ങിനനുസരിച്ചിട്ട് എനിക്ക് ഡിസിഷൻസ് ഉണ്ടാക്കാം, എനിക്ക് പ്രപ്പോസൽസ് മേക്ക് ചെയ്യാം. അപ്പൊ ഇറ്റ് ഗിവ്സ് വിത്ത് അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, നമുക്ക് കുറെ റോൾസ് തരും. സോ ഭയങ്കര ഡാവോ നമ്മൾ വിചാരിക്കുന്നത് വളരെ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്, മീൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഒരു പ്രൊപ്പോസൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അത് ആ ഒരു പ്രൊജക്ടിന് ഗ്രോത്ത് എത്തും തോന്നുകയാണെന്നുണ്ടെങ്കിൽ they will support you, right? അവർക്കും കൂടെ വോട്ട് ചെയ്യാം. യെസ്. പിന്നെ ഡാവോന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാവോയുടെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ട്രൈങ് ടു ദ ഐഡിയ ട്രൈങ് ടു കോഡിഫൈ എവറി ഹ്യൂമൻ ഇന്ററാക്ഷൻസ്. അതായത് നമ്മള് ആസ് എ റിയൽ ലൈഫിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, നമ്മുടെ പൈസ ട്രാൻസാക്ഷൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ആയിട്ടുള്ള ഇടപാടുകൾ, ഇതൊക്കെ കോഡിഫൈ ചെയ്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് വേയിൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഓടിക്കാന്നുള്ളത്. അതായത് ഇപ്പൊ മുസ്തഫ പറഞ്ഞ പോലെ ഞാൻ നാളെ പറയാണ് എനിക്ക് ഇവിടെ എന്റെ റോഡില് എന്റെ ഒരു ഡാവോ ഉണ്ട്, എന്റെ സ്ട്രീറ്റിലെ ലൈറ്റുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ LED മാറ്റിയിട്ട് ഫ്ലൂറസെന്റ് ആക്കണം, ഞാനൊരു പ്രപ്പോസൽ ഇടുന്നു. അപ്പൊ ഈ ഡാവോയിൽ ഈ ലൊക്കാലിറ്റിയിലുള്ള ഈ നാട്ടിൻപുറത്തുള്ള ആ ഡാവോയിലുള്ള ആൾക്കാർ കൂടി വോട്ട് ചെയ്തു, ഇൻസ്റ്റന്റ്ലി വോട്ട് ചെയ്യുന്നു. വോട്ട് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫണ്ട് ലൈറ്റ് പിടിപ്പിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് പോകുന്നു. അവര് വന്ന് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നു, ലൈറ്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക്, അതാണ് പറഞ്ഞത്, അതായത് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ഇന്ററാക്ഷൻ ഈസ് ഗെറ്റിംഗ് കോഡിഫൈഡ് ഇൻ ടു ദിസ് ടെക്നോളജി. അപ്പൊ നമ്മൾ പറഞ്ഞ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പറയുമ്പോൾ വളരെ സിമ്പിൾ പേരാണ് ഡാവോ. അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മളിപ്പോ പറയുന്ന ലൈക്ക് നമ്മള് ഒരു രാജ്യഭരണം അല്ലാത്തത് കൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവരി ലൈക്ക് പീപ്പിൾസിനും ഇതിൽ ഇൻക്ലൂഡഡ് ആവാൻ അല്ലെങ്കിൽ ഇതിൽ റൈറ്റ് ഉണ്ട് എന്നതാണ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കൊണ്ടും ഡീസെൻട്രലൈസേഷൻ കൊണ്ടും ഈ ഡാവോനെ കൊണ്ടൊക്കെ നമുക്ക് ഇതിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കും. അതായത് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു MP-മാരുടെ ഫണ്ട് ഏതിലൂടെ ഒഴുകുന്നു, എങ്ങനെ അത് സ്പെൻഡ് ആകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവര് നല്ല രീതിയിൽ അത് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ എക്കോണമിയെ തന്നെ അത് ബാധിക്കാൻ തുടങ്ങും, റൈറ്റ്? സോ അതെ, അതൊക്കെ നമ്മള് അവരൊക്കെ എങ്ങനെ ഓൺബോർഡ് ചെയ്യുന്നു, അതായത് അവരൊക്കെ എത്രത്തോളം ഈ ടെക്നോളജിനെ അഡോപ്റ്റ് ചെയ്യുന്നു. ഇപ്പോഴത്തെ നിലവില് കറന്റ് കൺവെൻഷനിലും ഈ ഡാറ്റ ഒക്കെ റെക്കോർഡ് ആവുന്നുണ്ട്. പക്ഷെ ഈ ഡാറ്റയുടെ ആക്സസ് ആരുടെ കയ്യിലാണ്? ഇപ്പൊ നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരത് പബ്ലിഷ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളത് RTA വെച്ചിട്ട്, അതായത് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇത് അങ്ങനത്തെ കുറെ ബാരിയേഴ്സ് ഉണ്ട്. ആ ബാരിയറുകളൊക്കെ ഈ ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷനിലൂടെ നമുക്ക് ഈസി ആക്കാൻ പറ്റും. മേ ബി വിൽ സീ വെരി സൂൺ, ലൈക്ക് പല പല ആപ്ലിക്കേഷൻസ് നമ്മൾ കാണാൻ പറ്റും. ഇപ്പൊ ഡാവോസ് ഒക്കെ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് ഡാവോസ് ഉണ്ട്. അതായത് അവരൊരു പൂൾ ഉണ്ടാക്കുന്നു, ഫണ്ടിങ് പൂൾ ഉണ്ടാക്കുന്നു, ട്രഷറി, ബേസിക്കലി ഇറ്റ്സ് എ ട്രഷറി. അവരൊരു എമൗണ്ട് കളക്ട് ചെയ്യുന്നു, മേ ബി അവർ ടോക്കൺ സെയിൽ ത്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അവർ സർവീസ്, അവരുടെ കമ്മ്യൂണിറ്റിയിലെ സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും അവരൊരു ട്രഷറി ഉണ്ടാക്കിയിട്ട് ഈ ട്രഷറി എമൗണ്ട് വെച്ചിട്ട് പൈസ വെച്ചിട്ട് വലിയ വലിയ ആർട്ട് വർക്കുകൾ, NFT മേടിക്കുന്നു, ഇല്ലെങ്കിൽ ദേ ആർ ഡൂയിങ് സം പ്രൊജക്ട്സ്. സോ ഒരു കളക്റ്റീവ് ഓർഗനൈസേഷൻ ഡീസെൻട്രലൈസ്ഡ് വേയിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് വെരി സൂൺ കാണാൻ പറ്റും ഇതിന്റെ ആപ്ലിക്കേഷൻസ്. ആൾക്കാർ ഒരുപാട് പേര് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡേഴ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ടേൺസ് ഔട്ട്. എക്സാക്ട്ലി. സോ വളരെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുന്ന രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളിപ്പോ ഇവിടെ DApp-നെ കുറിച്ചിട്ടും ഡെഫിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ. സോ നമ്മള് ലൈക്ക് ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ലൈക്ക് പെട്ടെന്ന് പോകും ബിറ്റ്കോയിന്റെ അടുത്തേക്കും ആൻഡ് ഇതിലെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷെങ്കിൽ ഇതൊന്നും അല്ലാതെ ലൈക്ക് ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോന്റെ പിന്നിലുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയും ആൻഡ് ഈ പറയുന്ന ഡീസെൻട്രലൈസേഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനും. അപ്പൊ ഇതെങ്ങനെയാണ് ആക്ച്വലി റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സംഭവങ്ങളും എങ്ങനെയാണ് ഇതിന് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
വളരെ നല്ല ക്വസ്റ്റനാണ്. കാരണം ആൾക്കാരെ ഒരുപാട് പേര് കൺഫ്യൂസ് ആവുന്ന ഒരു സാധനമാണ്. ഓൾറെഡി നമ്മൾ ഡീസെൻട്രലൈസിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക് ഓഫ് നോഡ്സ് ആയിരിക്കും. ഈ നോഡ്സ് ബേസിക്കലി അതാണ് ഡീസെൻട്രലൈസ്ഡ് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ്സ് ഇന്റർകണക്റ്റഡ് നോഡ്സ് ഓർ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ബേസിക്കലി. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പറയുകയാണെങ്കിൽ ബ്ലോക്ക് ചെയിൻ ഈസ് സെയിം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. അതിനകത്തൊരു ഓട്ടോമാറ്റിക്കലി സിങ്ക് ആവുന്ന ഒരു കൺസെൻസസ് മെക്കാനിസം ഉള്ള ഒരു ലെഡ്ജർ ഉണ്ടാവും. ലെഡ്ജർ ഇൻ ദ സെൻസ് ലൈക്ക് ഇപ്പൊ ബിറ്റ്കോയിന്റെ കേസ് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടും പറയണമെങ്കിൽ നമ്മുടെ ബിറ്റ്കോയിൻ തന്നെ രാജാവ് തന്നെ പറയണം. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റൈസ് ചെയ്തേക്കുന്ന ഒരു ലെഡ്ജർ ആണ്. ഒരു എക്സൽ ഷീറ്റ് ആണെന്ന് വിചാരിച്ചോ. ഈ എക്സൽ ഷീറ്റിൽ ആകെയുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസ് ആണ്. അജുവിന്റെ എത്ര ബിറ്റ് കോയിൻ ഉണ്ട്, മുസ്തഫയുടെ എത്ര ബിറ്റ് കോയിൻ ഉണ്ട്, അജു എത്ര ബിറ്റ് കോയിൻ മുസ്തഫയ്ക്ക് അയച്ചു, മുസ്തഫ അത് എത്ര പേർക്ക് വേറെ അയച്ചു. ഈ ഒരു ട്രാൻസാക്ഷൻ മാത്രം സ്റ്റോർ ചെയ്യുന്ന ഒരു ലെഡ്ജർ ആണ് ബിറ്റ് കോയിൻ. ബേസിക്കലി വളരെ ഹൈ ലെവലിൽ പറയുകയാണെങ്കിൽ ബേസിക്കലി ബിറ്റ് കോയിൻ. ഈ ലെഡ്ജറിന്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ടഡ് നോഡുകളിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റ ടാമ്പർ ചെയ്യാം. അതായത് നാളെ വന്നിട്ട് വേറൊരു എന്താ പറയുക ഒരാൾ പറയാണ് എല്ലാ മുസ്തഫയുടെ കയ്യിൽ ഇത്രേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വെരിഫൈ ചെയ്യാൻ ഒരു പബ്ലിക് ലെഡ്ജർ ഉണ്ട്. കാരണം അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കൺസെൻസസ് മെക്കാനിസം, അതായത് എല്ലാ നോഡുകളും എല്ലാ ഈ നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ നോഡുകളും എഗ്രി ചെയ്യുന്ന ഒരു എന്താ പറയണ ഞങ്ങൾ പറയാണ് ഒരു എന്താ പറയുക ലിഖിതം റിട്ടേൺ ലോ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ബേസിക്കലി അതാണ് ഒരു ബ്ലോക്ക് ചെയിന്റെ ഐഡിയ. ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ലെഡ്ജർ ടെക്നോളജി. അതിനകത്ത് നമ്മളൊരു കോമൺ കൺസെൻസസ് ഉണ്ട്. ക്രിപ്റ്റോ കറൻസി എവിടെയാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിന്റെ മെയിൻ ബെനിഫിറ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. അതിനൊരു ജിയോ സ്പെസിഫിക് ലൊക്കേഷൻ ഇല്ല. അത് ഇന്ത്യയിലാന്ന് പറയാൻ പറ്റില്ല, അമേരിക്കയിലാന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ വേൾഡ്. എനിക്ക് നോഡാവണോ വേറെ ആൾക്ക് നോഡാവണോ, എനിക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി പാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക്. ഞാനൊരു നോഡാവാം. ഇത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബോർഡർലെസ്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു ബാങ്ക് ഒക്കെ കാലത്ത് 9 മണിക്ക് തുറന്ന് വൈകുന്നേരം 5 മണിക്ക് അടയ്ക്കുന്ന പോലെ ഇതിന് അങ്ങനത്തെ ഒരു അടവും തുറവൊന്നുമില്ല. ഇറ്റ്സ് റണ്ണിങ് 24/7. എല്ലാവർക്കും ചെയ്യാം. അപ്പോ ഇതിന്റെ ഈ ബോർഡർലെസ് ആയിട്ടുള്ള നമുക്ക് ട്രൂലി ബോർഡർലെസ് ആക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ വേണ്ട സാധനമാണ് ക്രിപ്റ്റോ കറൻസി. അതായത് ട്രാൻസാക്ഷൻ ലെയർ എന്ന് പറഞ്ഞ സാധനം കറണ്ട് ഇന്റർനെറ്റിൽ ഇല്ല. ആ ഒരു ട്രാൻസാക്ഷൻ ലെയർ കൊണ്ടുവരുന്ന ബേസിക് ആപ്ലിക്കേഷൻ ആണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞത്. ഈ ക്രിപ്റ്റോ കറൻസി വന്നതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തേർഡ് പാർട്ടി ഇല്ലാതെ അല്ലെങ്കിൽ വേറൊരു ട്രസ്റ്റഡ് എന്താണ് തേർഡ് പാർട്ടി ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷനുകൾ ഈ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ട്രാൻസാക്ഷനുകൾ നടത്താം. അതായത് ഞാനിപ്പോ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്റെ ഓസ്ട്രേലിയയിലുള്ള കസിന് ഇപ്പോഴത്തെ കറണ്ട് സെറ്റപ്പിൽ എനിക്ക് കുറച്ച് പൈസ അയക്കണമെങ്കിൽ ഞാനൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് മീൻസ് മണി എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയനിലോ ഏതെങ്കിലും പോകണം. അവർക്കൊരു മേ ബി 20% അവർക്ക് ഫീസ് 15% മേ ബി ഐ എം നോട്ട് ഷുവർ. ബട്ട് നല്ലൊരു ബിഗ് എമൗണ്ട് അതിന് ട്രാൻസാക്ഷൻ ചാർജസ് കൊടുക്കണം. മേ ബി അത് ഇപ്പൊ ട്രാൻസാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റിഫ്ലക്ട്. അവന്റെ ബാങ്കിൽ റിഫ്ലക്ട് ചെയ്യാൻ സമയം എടുക്കും. കാരണം അതിന്റെ ഇടയ്ക്ക് അവിടെ എത്തിച്ചേരാൻ എടുക്കുന്നതിനേക്കാളും ടൈം മേ ബി ഈ ഒരു എമൗണ്ട് അവിടെ എത്താൻ എടുക്കും. അതെ അതെ. ട്രാൻസാക്ഷന് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആണ്. നമ്മുടെ വെണ്ടർ ഉണ്ടാവും, ബാങ്ക് ഉണ്ടാവും, അവന്റെ ബാങ്കിന്റെ വെണ്ടർ ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ ആൾക്കാർ വെരിഫൈ ചെയ്ത് ആ ഡാറ്റ അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പൈസ എത്തുന്നത്. ജസ്റ്റ് ഹൈപ്പോത്തറ്റിക്കലി ആട്ടോ ഇത് പറയുന്നത്. ബ്ലോക്ക് ചെയിനിൽ തന്നെ ഈ 24/7 ഓടുന്ന വണ്ടിയായിരുന്നു. ഈ വണ്ടിയിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടുന്ന് പൈസ കൊടുത്താൽ ഓക്കെ ആ ഇൻസ്റ്റന്റില് ആ ബ്ലോക്കില് വെരിഫൈ ആ ട്രാൻസാക്ഷൻ അടുത്ത ബ്ലോക്ക് ജനറേറ്റ് ആയി ആ ട്രാൻസാക്ഷൻ വെരിഫൈ ആകുമ്പോ യെസ് അവന്റെ കയ്യിൽ അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ഹി ഓൺസ് ദാറ്റ് മണി. അപ്പൊ ഈ ഒരു ഞാൻ എന്റെ അടുത്ത രാജ്യത്തുള്ള ഒരു ഫ്രണ്ടിന് പൈസ അയക്കുമ്പോ അവിടെ 4-5 ബാങ്കുകൾ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അതോറിറ്റീസ് ഇൻവോൾവ് ആണ്. ഒറ്റൊരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഇവിടെ നോക്കുമ്പോൾ ഈ പറയുന്ന ഒറ്റ ബ്ലോക്ക് ചെയിൻ ഈ ഒരു സംഭവം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് വിത്തിൻ മിനിറ്റ്സുകൾക്കുള്ളിൽ എന്റെ ഫണ്ട് അവന്റെ വാലറ്റിലേക്ക് എത്താണ്. റൈറ്റ്. ആൻഡ് ബ്ലോക്ക് ചെയിൻ എന്റെ വാലറ്റിൽ എത്ര ബാലൻസ് ഉണ്ട്, അവന്റെ വാലറ്റിൽ എത്ര ബാലൻസ് ഉണ്ട്, ആൻഡ് ഇവിടെ നിന്ന് അയക്കുന്നു. ആ ഒരു രീതിയിലാണ് ആക്ച്വലി ബേസിക്കലി നടക്കുന്നത്. റൈറ്റ്. അപ്പോ ബേസിക്കലി ആ ഒരു കാര്യം
ലൈക്ക് എക്സാമ്പിളോട് കൂടി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്. അതെ, 10 ഇപ്പൊ എന്താ പറയണേ, മീൻസ് ബ്ലോക്ക് ടൈം അനുസരിച്ചിട്ട് ആ ഒരു മാറാം, മേ ബി മിനിറ്റ്സോ സെക്കൻഡ്സോ, ഡിപ്പെൻസ് അപ്പോൺ ദ ബ്ലോക്ക് ചെയിൻ. അപ്പൊ പക്ഷെ ട്രാൻസാക്ഷനിലൊക്കെ നമുക്ക് ട്രൂലി ബോർഡർലെസ് ആക്കാൻ പറ്റും ഈ ഒരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജി വന്നു കഴിയുമ്പോൾ. നമുക്കൊരു തേർഡ് പാർട്ടി, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ ആവശ്യമില്ല, നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരാളുടെ ആവശ്യമില്ല, നമുക്ക് ഓക്കെ ഇന്ന ആളുടെ പൈസ എത്തി എന്ന് പറയാൻ വേറെ ഒരാളുടെ ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ബ്ലോക്ക് ചെയിൻ ഈസ് ഡൂയിങ് ദാറ്റ് ഓൾ ദ സ്റ്റഫ് ഫോർ യു. നമ്മൾ ആ പ്രോട്ടോകോളായിട്ട് എഗ്രി ചെയ്യുന്നു, പ്രോട്ടോകോളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ദാറ്റ്സ് ഇനഫ്. അപ്പൊ ഇത് ട്രൂലി ബോർഡർലെസ് ആക്കണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഞാൻ ആക്ച്വലി ഒരു വർക്ക് ലൈക്ക് ബേസിക്കലി നമ്മൾ ക്രിപ്റ്റോയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്രിപ്റ്റോയിൽ പല പ്രൊജക്റ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവർ പേയ്മെന്റ് ചെയ്യുന്നത് USDT ക്രിപ്റ്റോ കറൻസി ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഒരു നോൺ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ് ആവാത്ത ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു വർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അവർ ആക്ച്വലി എങ്ങനെ പേയ്മെന്റ് അയക്കുന്ന വിഷയം എനിക്കൊരു ഐഡിയ. ഞാൻ ആക്ച്വലി പേപ്പാല് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പേപ്പാല് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു, ആൻഡ് ആ ഒരു ഫണ്ട് എൻ്റെ കയ്യിൽ എത്താനും കുറച്ച് ടൈം എടുത്തു. സോ ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി അത്. ഇതാണ് റിയൽ വേൾഡ് സിനാരിയോ ആണ് ഇപ്പൊ മുസ്തഫ പറഞ്ഞത്. അതായത് നാളത്തെ, അല്ലെങ്കിൽ മീൻസ് ഇന്ന് ഓൾറെഡി നടക്കുന്നത്, നാളെ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് നാളത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഈ എല്ലാ പോയിന്റിലും ഇന്റർനെറ്റ് ഉള്ള, മേ ബി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കവറേജ് ഉള്ള ഒരു സ്പീഷ്യസ് ആയിരിക്കും. നമുക്ക് എവിടെ ഏത് ഗുദാമിലെ കാട്ടിൽ നിന്നാലും സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. നമ്മുടെ സ്കില്ല് ചിലപ്പോ മുസ്തഫയുടെ സ്കില്ല് അല്ലെങ്കിൽ എന്റെ സ്കില്ല്, ഞാൻ സർവീസ് കൊടുക്കുന്നത് ഒരു നെതർലാൻഡിലെ ഒരു പാർട്ടിക്കായിരിക്കും, ക്ലയന്റിനെ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്റെ സർവീസിന് പേയ്മെന്റ് കിട്ടുന്നത് ഇൻസ്റ്റന്റ് ആയിരിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് റൂട്ടഡ് ത്രൂ മൾട്ടിപ്പിൾ പാർട്ടീസ്, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു സ്പെയർ ദ കമ്മീഷൻ ചാർജസ്. ഐ വാണ്ട് ഇൻസ്റ്റന്റ്. എനിക്ക് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പൈസ കിട്ടണം. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സിൽ, അല്ലെങ്കിൽ ഇപ്പൊ നാളെ എന്റെ പണി കഴിഞ്ഞ് സബ്മിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വെരിഫിക്കേഷനിൽ ഇപ്പൊ അങ്ങനത്തെ സൊല്യൂഷൻസുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഐ തിങ്ക് അതിന്റെ $5 ജോബ്സ് എന്നാണ് തോന്നുന്നു. നമ്മള് ജോബ് പോസ്റ്റ് ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്, നമ്മൾ ആ ജോബ് ഇൻസ്റ്റന്റ്ലി എന്താ പറയുക, മീൻസ് ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അത് വാലിഡേറ്റ് കഴിഞ്ഞ് ഇൻസ്റ്റന്റ്ലി നമ്മുടെ വാളറ്റില് ആ എമൗണ്ട് വരും. അപ്പൊ സിമിലർലി ആയിരിക്കും നാളത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ എന്താ പറയുക ഏണിംഗ് മെക്കാനിസത്തിന്റെ. വെബ്സൈറ്റുകളിലും നടക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ നാളത്തെ ഒരു എന്താ പറഞ്ഞ നമ്മുടെ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജിയാണ് ഇത്. എന്താ പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിരിക്കണം, വേറെ ബോർഡർലെസ് ആയിരിക്കണം, നമുക്ക് വേറെ തേർഡ് പാർട്ടികളുടെ ഒന്നും ആവശ്യമില്ല. സോ ദാറ്റ്സ് വൈ ദിസ് ക്രിപ്റ്റോ കറൻസി സോ ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ ഡിസെൻട്രലൈസേഷൻ, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി, ഇതൊക്കെ എന്താ പറയുക വളരെ കോറിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നാളെ ഇത് നമ്മുടെ ലൈഫിൽ വരും, 100% വരും. അതായത് ഇപ്പോ ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. അതായത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇനിയുള്ള ഒരു ജനറേഷന് ടൈം ആക്ച്വലി ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കാണും. ഈവൻ അതൊരു ട്രാവൽ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, അവർ ഏറ്റവും സ്പീഡിൽ ഏറ്റവും വേഗതയിലുള്ള സംഭവങ്ങളെ നോക്കുന്നുള്ളൂ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമെന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ സാലറി കിട്ടാനും, അല്ലെ നമ്മൾ ആ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന സാലറി വരുമ്പോൾ, അല്ലെങ്കിൽ ലൈക്ക് ഇത്തരത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് അത് ആ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമുക്ക് ആ ഒരു സാലറി വരുമ്പോൾ, അങ്ങനത്തെ ഒരു ടൈമിന്റെ ഒരു ഇഷ്യൂസ് മെയിൻലി അവിടെ ഇല്ലാതെ ഉണ്ടാവും ആക്ച്വലി. സോ ഇവിടെ നമ്മള് ബേസിക്കലി ഇവിടെ നമ്മൾ നോക്കുമ്പോ എന്താണ് ഈ ഒരു ഫ്യൂച്ചർ ഓഫ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഇപ്പൊ നമ്മൾ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. അതായത് ഒരു യൂസ് കേസ് അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഉണ്ട്, ബട്ട് ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് സോ അത് ഒരു ഫ്യൂച്ചറിൽ അത് ലോങ് റണ്ണിൽ അവർ പോകുന്നു. അപ്പോ എന്താണ് ആക്ച്വലി ഒരു ഫ്യൂച്ചർ ഓഫ് ഡീസെൻട്രലൈസേഷനും, ആൻഡ് അത് എങ്ങനെ ഒരു സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആകും? ഓക്കെ, അത് ആക്ച്വലി മീൻ കറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഞാനും ഒരു വെബ് ന്യൂബി എന്ന് തന്നെ പറയാം. ഞാനും പല പല പ്രൊഡക്റ്റുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യണുള്ളൂ. നമ്മൾ കാണുമ്പോൾ ഉള്ള പ്രൊഡക്റ്റുകൾ തന്നെ വളരെ എന്താണ്, ഒന്നുകിൽ വളരെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിരിക്കും. ഇതിന്റെ യൂസ് കേസ് എന്താന്ന് പോലും പല സമയത്ത് മനസ്സിലാവില്ല. ഇപ്പൊ നല്ല റിയൽ വേൾഡ് കേസ് ഉള്ള
പ്രൊജക്ട് ഞാൻ പറഞ്ഞ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സ്പാറ്റിയോൺ, ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്, അത് വളരെ നല്ല റിയൽ യൂസ് കേസ് ഉള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്, ഇപ്പോൾ ഉള്ള കറന്റ്ലി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ വിഷനോടുകൂടി ബിൽഡ് ചെയ്യാനാണ്. കാരണം അങ്ങനെ ആയിരിക്കും നാളത്തെ യൂസ് കേസ് തന്നെ. ഞാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് കഴിഞ്ഞാൽ ഈ ടോക്കണൈസേഷൻ ഓഫ് അസെറ്റ്സ് ആണ്. അതായത് നമ്മുടെ അസറ്റുകൾ ടോക്കണൈസ് ചെയ്യപ്പെടുന്ന അവസ്ഥ. അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ, നമ്മുടെ എന്താ പറയണേ, മേ ബി ഒരു ബേസിക്കലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ NFT നമ്മുടെ ടോക്കണൈസ് NFT എന്ന് മാത്രം പറയാൻ പറ്റില്ല. NFT ഒരു നോൺ ഫഞ്ചബിൾ ടോക്കൺ. ഫഞ്ചബിൾ ടോക്കൺ ബേസിക്കലി നമ്മുടെ കോയിൻസ്, ബേസിക് എന്താ പറയണേ, നോർമൽ കോയിൻസ്. അപ്പൊ ഈ ടോക്കണൈസേഷൻ ഇൻ ദ സെൻസ് ലൈക്ക് നമ്മുടെ എക്സ്പീരിയൻസുകളും നമ്മുടെ അസറ്റുകളും ഒക്കെ ടോക്കണൈസ് ചെയ്യപ്പെടുക, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക, അത് ഭയങ്കര എന്താ പറഞ്ഞ വളരെ ഒരു ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിട്ട്, മീൻ ചേഞ്ചിങ് ഇതായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം അതായത് നമ്മുടെ വാല്യൂ കൊടുക്കുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഒരു ക്ലബ് മെമ്പർഷിപ്പ്. നമ്മളൊരു പ്രീമിയം ക്ലബിന്റെ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പൊ നമ്മുടെ ലയൺസ് ക്ലബ് പോലെ അല്ലെങ്കിൽ വലിയ എന്താ പറയുക അങ്ങനത്തെ ഒരു ക്ലബിലെ മെമ്പർഷിപ്പ് എടുത്തു. ഈ മെമ്പർഷിപ്പ് നമുക്ക് മറിച്ച് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് അത് പോസിബിൾ ആയിരിക്കില്ല, ചിലയിടത്ത് ചിലപ്പോൾ അത് പേഴ്സണൽ ആളുടെ അടുത്തായിരിക്കും പറ്റുക. ഈ ഒരു എന്താ പറയുക ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഈ Web3 ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നമുക്ക് ഇത് സെല് ചെയ്യാം. എവിടെ ഏത് പ്രോട്ടോകോൾ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ആ പ്രോട്ടോകോൾ മീൻസ് ആ മാർക്കറ്റിൽ നമുക്ക് ഈ ടോക്കൺ നമുക്ക് സെല് ചെയ്യാം. അത് നമ്മുടെ ചിലപ്പോൾ നാളെ വീടായിരിക്കും, നമ്മുടെ ഫ്ലാറ്റിൽ ഒരു മുറി ആയിരിക്കാം, നമ്മൾ മേ ബി നമ്മുടെ കൂടെ ഒരു ട്രിപ്പ് പോകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് സോ മെനി തിങ്സ്. ചിലപ്പോ നമ്മുടെ ഒരു ക്ലബ് മെമ്പർഷിപ്പിൽ നിന്ന് കിട്ടിയ നമുക്കൊരു കൂപ്പൺ ആയിരിക്കും. അതായത് മേ ബി അവരുടെ മെർച്ചൻഡൈസിന് കിട്ടുന്ന 20% ഓഫർ ആയിരിക്കാം, അവരുടെ അല്ലെങ്കിൽ ഫ്രീ ബീസ് ആയിരിക്കാം. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ സിംഗിൾ സാധനങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഈ ടോക്കണൈസേഷൻ മീൻസ് ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഡീല് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു വളരെ ഫ്യൂച്ചർ ഇതാണ്. ഇപ്പൊ പിന്നെ കാണാൻ പോകുന്ന ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IoT ബേസ്ഡ് ആയിട്ടുള്ള വളരെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ കാണാം. അതായത് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നാളെ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ഒരു കറണ്ട് ബില്ല് എങ്ങനെയാണ് വീട്ടിലായിരുന്നു, നമ്മുടെ വീട്ടില് ഒരാള് മീൻ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് മീറ്റർ നോക്കാൻ വരുന്നു, അയാൾ മീറ്റർ ഇതിടുന്നു, മെഷീനിൽ അടിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിൽ മെഷീനിൽ അടിക്കുന്നു, ബില്ല് തരുന്നു, ബില്ല് വീട്ടിലിട്ടിട്ട് പോകുന്നു. നമ്മള് ആ ബില്ല് അതിനകത്ത് ചിലപ്പോ ഒരു 100 പേരിലെ ഒരു 5 ആള് ചിലപ്പോ മീറ്റർ റീഡിങ് ചെക്ക് ചെയ്യാനുണ്ടാവുള്ളൂ, ഇയാൾ അടിച്ച് മീറ്റർ റീഡിങ് ശരിയാണോ അല്ലയോ. ചിലപ്പോ ചില മാസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും മീറ്റർ റീഡിങ് ചിലപ്പോൾ തെറ്റടിച്ചിട്ടുണ്ടാവും, കൂടുതൽ വന്നിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു ഇതുപോലെ നമ്മള് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് വരുമ്പോൾ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയിൽ, അതായത് ഈ വരുന്ന KCB ആണ് അല്ലെങ്കിൽ ആ എന്താ പറഞ്ഞ മീറ്റർമാൻ ആണ് നമ്മുടെ അവിടുത്തെ ഒരു തേർഡ് പാർട്ടി. ഇയാളുടെ ട്രസ്റ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ട്രസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ വേണ്ടി വരും. ഈ ഒരു എന്താ പറയുക കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകൾ, ആ ഡിവൈസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം. അപ്പൊ അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Web3 ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളത്തെ മേ ബി 10-20 years later നമ്മുടെ കയ്യിൽ ഒരു ഡീസെൻട്രൽ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, അതായത് നമ്മള് കറണ്ട് ബില്ല് വരുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ തിരക്കുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ആ കറണ്ട് ബില്ല് വരുന്നു, നേരെ ജസ്റ്റ് പേ ചെയ്തു വിടുന്നു. അപ്പോ ഈ സംഭവത്തെയൊക്കെ കുറച്ചും കൂടെ നമ്മളൊരു ട്രസ്റ്റ്ലെസ് എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വരും. അതെ. പിന്നെ വേറെ എക്സാമ്പിൾ കറക്റ്റ് ആണ്. അതായത് നമ്മുടെ ട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് തേർഡ് പാർട്ടിക്കാണ്. ആ ട്രസ്റ്റ് മാറിയിട്ട് അതായത് ട്രസ്റ്റ്ലെസ് മാനറിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോട്ടോകോൾസ് വഴി Web3 ബേസ്ഡ് പ്രോട്ടോകോൾ, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പ്രോട്ടോകോൾസിനാണ് ഈ ട്രസ്റ്റ്ലെസ് മാനർ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ നാളെ കേസ് സിനാരിയോ പറയാം. അതായത് ഞാനൊരു ഡ്രൈവർലെസ് കാർ ഓൺ ചെയ്യുന്നുണ്ട്, ഓട്ടോണമസ് കാർ. ആ ഓട്ടോണമസ് കാർ ഞാൻ റൈഡിങ് ഷെയർ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. അതായത് എന്റെ കാറ് ഞാൻ യൂസ് ചെയ്യാത്ത സമയത്ത് പല ആൾക്കാരും മൊബൈലിൽ വന്ന് ആപ്പ് മീൻസ് ഇപ്പൊ സൂം കാറൊക്കെ ചെയ്യുന്ന പോലെ ആപ്പിൽ വന്ന് ആക്സസ് ചെയ്ത് അവരത് കാർ ഓടിക്കുന്നു, അവർ പൈസ അടയ്ക്കുന്നു.
ഇപ്പൊ സൂം കാറിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. ഈ സൂം കാറാണ് വെരിഫൈ ചെയ്യുന്നത്. എന്റെ കാർ കഴിഞ്ഞാൽ ഇത്ര പൈസ അവർ ചാർജ് ചെയ്യുന്നു, അതിന്റെ ഒരു പെർസെന്റേജ് അവർ കമ്മീഷൻ എടുത്തിട്ട് എനിക്ക് തരുന്നു. നാളത്തെ ഒരു സെറ്റപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ഓട്ടോണമസ് കാർ ആകുമ്പോൾ ഇത് നോക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല. എന്റെ പ്രോട്ടോകോളിൽ ഞാനൊരു എന്താ പറയുന്ന ഒരു ബേസ്ഡ് സൈനപ്പ് ആണ്, അല്ലെങ്കിൽ എന്റെ ഡിവൈസ് എന്റെ അതിനകത്ത് ഐഡന്റിഫൈഡ് ആണ്, പ്രോട്ടോകോളിൽ എനേബിൾഡ് ആണ്, നേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഏത് ആൾ കൊണ്ടുപോകുന്നു ആളുടെ ഡ്രൈവിംഗ് കഴിയുമ്പോൾ അവരുടെ ഡ്രൈവിംഗ് ബിഹേവിയർ ഒക്കെ മോണിറ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരുടെ പൈസ വാലറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് ചെയ്യും നമ്മുടെ വാലറ്റിലോട്ട്. ഇറ്റ് ലൈക്ക് ആരാണോ അത് അവിടെ വന്നത്, ഡ്രൈവർ ആരാണോ, അതിന്റെ മീൻസ് എത്ര യൂസ് ചെയ്തു, ഇതൊന്നും ഞാൻ മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിനെ വെച്ച് എനിക്ക് മോണിറ്റർ ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഓട്ടോമാറ്റിക്കലി പ്രോട്ടോകോൾ വിൽ ഡു. അപ്പൊ നാളെ സിമിലർ ഇതുപോലത്തെ യൂസ് കേസുകൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോകോളിന്റെ ഒക്കെ റിയൽ യൂസ് കേസസ് കാണാൻ പറ്റുന്നത്. ബട്ട് ദാറ്റ് ഈസ് സ്റ്റിൽ ഇൻ ദ ലൈക്ക് ഹാപ്പനിങ് സ്റ്റേജ്. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ആൻഡ് ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ട്രസ്റ്റ്ലെസ് എന്താ പറഞ്ഞ ടെക്നോളജീസ് അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. എന്തോരം സെൻസ് മേക്ക് ചെയ്യുന്നെന്ന് അറിയില്ല. മേ ബി ഐ എം സെയിങ് റബ്ബിഷ്, ബട്ട് സ്റ്റിൽ. ബ്രോ ലൈക്ക് അജു പറയുന്ന പല സംഭവങ്ങളും നമുക്ക് റിയൽ ലൈഫിൽ ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. സോ ഇത് ഏത് ബിഗിനർ ഒന്ന് കണ്ടാലും അവർക്ക് ബേസിക്കലി മനസ്സിലാവുന്ന സംഭവം തന്നെ, റൈറ്റ്? നമ്മൾ കൂടുതൽ ടെക്നിക്കാലിറ്റിയിലേക്ക് പോകുന്നില്ല, റൈറ്റ്? ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈവൻ പ്രൊഫഷണൽസ് ഒക്കെ ലൈക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഗവൺമെന്റ് എങ്ങനെ ഇതിനൊരു സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാഷ് ഫ്ലോ, നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ക്യാഷ് ഫ്ലോ എങ്ങനെ അത് നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ ലൈക്ക് ഒരു ഇപ്പൊ ഇവിടെ RBI പോലുള്ള ഒരു അതോറിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മണി അവര് ഇതാക്കുന്നുണ്ട്. ബട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി വന്നു കഴിഞ്ഞാലേ നമ്മുടെ എക്കോണമിയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാൻ വലിയൊരു ചാൻസ് ഉണ്ട്. സോ ഇതെങ്ങനെ ലൈക്ക് ഗവൺമെന്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് കിട്ടുക? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറന്റ്ലി നമ്മൾ കാണുന്ന ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺവെൻഷനൽ നമ്മുടെ ഗവർണൻസ് മെക്കാനിസവും നമ്മുടെ തോട്ട് പ്രോസസ്സും നമ്മൾ കണ്ടേക്കുന്ന ഒരു ബേസിക് അതൊരു കൺവെൻഷനൽ ഫൈനാൻഷ്യൽ സിസ്റ്റം ആണ്. അത് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നത് മേ ബി ഒരുപാട് വർഷങ്ങളോ കൊണ്ട്, മേ ബി 100-200 ഇയേഴ്സോ അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്ന സിസ്റ്റമാണ്. പക്ഷെ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ വളരെ പുതിയതാണ്, നേസന്റ് ആണ്. ഈ മെയിൻ ഇപ്പൊ കാണുന്ന ഒരു പ്രോബ്ലംസ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കറന്റ് കൺവെൻഷനൽ ഫൈനാൻഷ്യൽ നോളജും ഈ എന്താ പറഞ്ഞ റെഗുലേഷൻസ് വെച്ചിട്ട് ബ്ലോക്ക് ചെയിനെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഇപ്പൊ ഗവൺമെന്റുകളെല്ലാം ചെയ്യുന്നത്, ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെന്റുകളും. പക്ഷെ അത് മീൻസ് ലിറ്ററലി അത് പോസിബിൾ അല്ല. കാരണം ഈ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഒരുപാട് കൺവെൻഷനൽ ഫൈനാൻഷ്യൽ തോട്ട് പ്രോസസ്സുകളെ ഡിസ്റപ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സാധനമാണ്. ഇനി ഉണ്ടാവാൻ പോണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലേഷൻസും അല്ലെങ്കിൽ എന്താ പറയണ റൂൾസ് ഒക്കെ ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യണം. അതിന് നമ്മൾ ഈ എന്താ പറയുക ഫൈനാൻഷ്യൽ എക്സ്പേർട്സുകൾ, സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകൾ, ബിൽഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, പല ആൾക്കാരെ എഴുതിയിട്ട് പുതിയൊരു ഫ്രെയിം വർക്ക് തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നടക്കുന്ന പരിപാടി വെച്ചിട്ട് ഇതൊരു ഫീസിബിൾ ആയിട്ടുള്ള പരിപാടിയായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് മേ ബി പേഴ്സൺ, ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ബട്ട് കറന്റ്ലി നമ്മളിപ്പോ കാണാൻ പോകുന്നത് തന്നെ പല ഗവൺമെന്റുകളും ഭയങ്കര ഹോസ്റ്റൈലാണ്. ഇപ്പൊ US-ലാണെങ്കിലും ഈ ഇടയായിട്ട് SEC, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മോഡിറ്റീസ് ആണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ, അവര് ഒരുപാട് ഹണ്ടുകൾ ചെയ്യുന്നുണ്ട്. DeFi പ്രോട്ടോകോളുകളെ, എക്സ്ചേഞ്ചുകളെയും സെൻട്രൽ എക്സ്ചേഞ്ചുകളെ ഒക്കെ കാര്യമായിട്ട് ചെയ്യുന്ന സീനാവുന്നുണ്ട്. നമ്മൾ കാണുന്ന കുറേ കൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റ് റെഗുലേഷൻസ് വരുന്നത് കൺട്രികൾ ലൈക്ക് സിംഗപ്പൂർ, ദുബായ്, അവരൊക്കെ കുറേ കൂടെ ക്രിപ്റ്റോ ആക്സെപ്റ്റിംഗ് ആയിട്ടുള്ള മീൻസ് റെഗുലേഷൻസ് ആക്സെപ്റ്റ് ചെയ്തോണ്ട് ഈ അടുത്ത റീസെന്റ് അവരൊരു ബിസിനസിനെയും ഇതിൽ വരുന്ന സ്റ്റാർട്ടപ്പിനെയും നല്ല രീതിയിൽ പ്രൊമോട്ട് അതെ അതെ
അപ്പോ ഇതില് അതെ അതെ ഇവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇവരൊക്കെ കുറച്ചും കൂടെ വിഷണറീസ് ആയിട്ടുള്ള കറക്റ്റ് മനസ്സിലായി. അതായത് നമ്മളിലുള്ള നിലവിലുള്ള മീൻസ് നമ്മുടെ ഫൈനാൻഷ്യൽ റെഗുലേഷൻസ് വെച്ചിട്ട് ഈ ടെക്നോളജീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവര് പുതിയ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇവർ ഈ ബ്ലോക്ക് ചെയിനെ അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള റെഗുലേഷൻസ് ബിൽഡ് തുടങ്ങിയത്. നമ്മുടെ ഗവൺമെന്റും അതുപോലെ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാൻ പോണ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐ ടി എന്താ പറയണ ബൂം മിസ്സായ പോലെ നമ്മൾ ബ്ലോക്ക് ചെയിൻ റെവല്യൂഷനും അല്ലെങ്കിൽ ഈ ബ്ലോക്ക് ചെയിൻ ബൂമും നമുക്ക് മിസ്സാവാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇപ്പൊ ഈ 30% ഒക്കെ സ്ലാഷ് എന്താ പറയണ കട്ട് അടിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് ബ്ലോക്ക് ചെയിൻ നെറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ ഇന്ത്യയിൽ നിന്ന് ചാടിപ്പോയി. ശരിയാണ്, ടാക്സ് റവന്യൂ പല കിട്ടുന്നുണ്ട്. ആളുകളും ലൈക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജിയെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പല രാജ്യത്തേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. Right. തീർച്ചയായിട്ടും അതിന് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇത്രയും ടാക്സ് അടയ്ക്കുമ്പോൾ തന്നെ അവരുടെ പ്രോഫിറ്റ് മാർജിൻ അത്രയും താന്നു. പിന്നെ ദർ ഇസ് നോ പോയിങ് ഇറ്റ്. Yeah, makes ക്രിപ്റ്റോ sense. ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിൽഡ് ചെയ്യാതെ ഈ ടെക്നോളജീനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. അതിന് ബട്ട് നല്ല വിഷണറി ആയിട്ടുള്ള നമുക്ക് ഇപ്പൊ ഗവൺമെന്റ് എനിക്ക് വേണം. ദുബായ് ഒരുപാട് ഡോളേഴ്സ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. റൈറ്റ്. അപ്പൊ അവർ അത്രയും വിഷണറി ആയിട്ടുള്ള ഒരു ടീമാണ്, അല്ലെങ്കിൽ അവർ അത്രയും ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതെ അതെ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് സി എന്താണ് സംഭവിക്കാൻ പോണ എക്കോസിസ്റ്റത്തിൽ. കാരണം ഇന്ത്യയിലും ഒരുപാട് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ എക്കോസിസ്റ്റത്തില് ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട്. ഞാനൊക്കെ ആദ്യം കണ്ടത് തന്നെ TCK ടീം ക്രിപ്റ്റോ കേരള വഴിയാണ്. പല പല ഇൻഫോർമേഷനുകളും ഒരുപാട് ഒരുപാട് ഇതിനകത്തുള്ള എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ല എന്താ പറഞ്ഞ ക്രിപ്റ്റോനെ ആക്സെപ്റ്റ് ചെയ്യുന്ന റെഗുലേഷൻസ് വരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അൺലെസ് ഭയങ്കര പാടാണ് ഈ ടെക്നോളജിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പോളിഗണിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സന്ദീപ് നെഹ്വാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവര് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഇന്ത്യ ബേസ്ഡ് അല്ല, അങ്ങനെ എന്തോ സംഭവം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദുബായ് ബേസ്ഡ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി എന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അന്ന് ആക്ച്വലി ഇവിടെ ഒരുപാട് ഈവൻ ഈ അടുത്തായിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ വെബ്3യിൽ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്, സ്റ്റാർട്ടപ്പ് കുറെ കൂടെ വരുന്നത് ഇന്ത്യയിൽ നിന്നാണൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ കുറച്ച് ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതിൽ അജു പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒരു ടെക്നോളജിയിൽ നിന്നും മറ്റൊരു ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ പലധികം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അവിടെ മുമ്പുണ്ടായിരുന്ന ടെക്നോളജിയെ കുറിച്ചിട്ടൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈവൻ കറൻസിയിൽ നിന്നും പലധികം മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന പേപ്പർ കറൻസിയിലേക്ക് വരെ എത്തിയിട്ടുള്ളത്. അപ്പോ നമ്മൾ ഈ ടെക്നോളജിയെ നോക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പുതിയൊരു രീതിയിലേക്ക്, ആ ഒരു വിഷണറി രീതിയിലേക്ക് മാറണം എന്നുള്ളതാണ് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് കാണാം, നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. കാരണം സിംഗപ്പൂർ ദുബായിലൊക്കെ ഇപ്പോ ക്രിപ്റ്റോ കമ്പനികൾ ഒരുപാട് ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ചാടിക്കറി ഇവിടുന്ന് തന്നെ പരസ്യം നടത്തുന്നുണ്ട് ഒരുപാട് കമ്പനികൾ. അപ്പൊ ക്രിപ്റ്റോ നേറ്റീവ് ആയിട്ടുള്ള ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാത്തോടത്തോളം കാലം ഇവിടെ ഹബ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആൾക്കാർ ബിൽഡ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടെങ്കിലും ചെയ്യേണ്ടത് സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ പോലെ Web3 ഫ്രണ്ട്ലി ആയിട്ടുള്ള സോണുകൾ അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കിയാണ്. ബട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതും വളരെ വലിയ ചലഞ്ചാണ്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ പവർ നമ്മളൊരു ഗവേണൻസ് ബോഡിയിൽ നിന്ന് മാറ്റാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വലിയ മേജർ പവറാണ് പോകുന്നത്. അപ്പൊ നമ്മള് ഒരു Web3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ഓൾറെഡി ട്രാൻസാക്ഷൻ ലെയർ വന്നു കഴിഞ്ഞു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വന്നാൽ അവിടെ നാളെ അൾട്ടിമേറ്റ്ലി ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നാൽ പിന്നെ ഗവൺമെന്റിന് അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അപ്പൊ അവരും സ്കെപ്റ്റിക്കലായിട്ട് കാണുള്ളൂ. ബട്ട് ഇത് എന്താ പറയണേ, അങ്ങനെ കണ്ടിട്ട് കാര്യമില്ല. ഇത് വി ഹാവ് ടു രണ്ടുപേരും അമിക്കബിൾ ആയിട്ട് ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയാലാണ് അൾട്ടിമേറ്റ്ലി ആസ് എ സ്പീഷ്യസ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ആസ് എ സ്പീഷ്യസ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ബാങ്കുകൾ കുറച്ചും കൂടെ
ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു. ലൈക്ക് ഇതിന്റെ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ. കാരണം അവർക്ക് അറിയാം ഇതൊരു പോയിന്റ് ഓഫ് ലൈക്ക് എത്തുമ്പോ അതൊരു ഡിസ്ട്രപ്ഷൻ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ബാങ്കുകൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഷുവർ. ബാങ്കുകൾ കുറെ കൂടെ സ്കെപ്റ്റിക്കൽ ആയിരിക്കും. ബട്ട് അവർ സിമിലർ ആയിട്ടുള്ള ഇതിനെ കുറിച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇവർക്ക് എത്തിക്കാന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് ആക്ച്വലി. അങ്ങനെ പിന്നെ വേറൊരു കാര്യം ഇൻഡസ്ട്രിയിൽ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ പബ്ലിക് ബ്ലോക്ക് ചെയിനിലെ ഈ ഇപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റികൾ ഈ പബ്ലിക് ബ്ലോക്ക് ചെയിനുകൾ ബിൽഡ് ചെയ്യുന്നത് വളരെ കമ്പാരിറ്റീവ്ലി കുറെ അവർക്ക് അവരുടെ ഇൻഫർമേഷൻ കുറെ കൂടെ സീക്രട്ട് ആയിരിക്കണം, സീക്രസി വേണം, പ്രൈവസി മാറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവര് യൂസ് ചെയ്യുന്നത് ഈ പബ്ലിക് അല്ല പ്രൈവറ്റ് കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻസ് ഒക്കെ പോലെ ഹൈപ്പർ ലെഡ്ജർ സിമിലർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. പക്ഷെ എന്നാലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ പറയുന്നത് മിക്ക കമ്പനികളും ടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളൊക്കെ പ്രൊജക്ടുകൾ പൈലറ്റ് റൺ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വൺസ് ഇൻ ഒരു പൈലറ്റ് ഒക്കെ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഡ്രോപ്പ് ചെയ്യലാണ്. സോ we will have to wait and see how these things turn out, but I am really hopeful. Let's see. ഇതില് ലൈക്ക് നമ്മള് നല്ല രീതിയിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ക്രിപ്റ്റോനെ കുറിച്ചിട്ട് പല ആളുകളും ഈ ഒരു ടെക്നോളജിയെ കുറിച്ചിട്ട് അറിയാതെ B2B എന്നുള്ള ഓപ്ഷൻസും ആൻഡ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മുടെ കോയിൽ പണ രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഈ ഗവൺമെന്റിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. അപ്പൊ ആ ഒരു അജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻഷ്യൽ രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സംഭവം കൂടെ ഭയങ്കര ഒരു മാച്യൂരിറ്റി കാര്യം കൂടെയാണ്. അതെ അതെ, ഗവൺമെന്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ആന്റി ക്രിപ്റ്റോ ആയിട്ടുള്ള എല്ലാരും പറയുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് ബേസിക്കലി സൈഫണിങ്, ഡ്രഗ് ഡീല് അല്ലെങ്കിൽ റാക്കറ്റുകളൊക്കെ ഓടിക്കുന്നത് ക്രിപ്റ്റോ വഴിയാണ്. അത് പക്ഷെ ഞാനൊരു വാലിഡ് റീസൺ ആയിട്ട് കാണുന്നില്ല. മീൻ അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇപ്പൊ ആ സെയിം പരിപാടി നോർമൽ നമ്മുടെ ഫിയറ്റ് കറൻസിയിൽ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഡ്രഗ്സും ഒക്കെ നോർമൽ ഫിയറ്റ് കറൻസിയിൽ നടക്കുന്നത് ക്രിപ്റ്റോയിൽ അത് നടക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ട്രാൻസാക്ഷൻ. കാരണം അത് അതിന്റെ നേറ്റീവ് ആയിട്ടുള്ള എക്സാക്ട്ലി അജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോഴുള്ള സിസ്റ്റത്തിനെ കുറിച്ചിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ മുമ്പോട്ട് കണ്ടിട്ട് കാര്യമില്ല. ഇത് മുമ്പോട്ട് നമ്മള് ലൈക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ അതിനെ വേറെ തന്നെ രീതിയിൽ വിഷണറി രീതിയിലേക്ക് കണ്ടിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതെ, ഇപ്പൊ വേറെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു. അതായത് ഒരു വോഡാഫോണിൽ പ്രൊഡക്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആ ഫ്രണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റില് അവരുടെ ഇന്റർനെറ്റ് യൂസേജിൽ അറൌണ്ട് 40% ഫോണാണ് യൂസ് ചെയ്യുന്ന ആൾക്കാര്, ഫോൺ കാണാനാണ് എന്ന് പറഞ്ഞ് ഇന്റർനെറ്റ് ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ഇന്റർനെറ്റ് 40% ഇന്റർനെറ്റ് ഫോണാണ് കാണുന്നത്. ഇന്റർനെറ്റ് ഇന്ന് ബാൻ ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ എത്രയോ സർവീസുകൾ ബന്ധാവും. നമ്മുടെ പേയ്മെന്റ് തൊട്ട് നമുക്കൊരു ഗൂഗിൾ പേ പോയിട്ട് ഒരു നമ്മളിവിടെ വഴി പോലും നോക്കാതെ അവിടെ ആൾക്കാർ കടന്നു പോകും. മീൻസ് നമുക്കത് ചിന്തിക്കാൻ പറ്റൂല, കാരണം നമ്മള് ഓൾറെഡി അതിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞു. അത് അതെ അതെ ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ഇങ്ങനെ കാരണങ്ങൾ പറഞ്ഞിട്ട് പല ആൾക്കാർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മീൻസ് ഇറ്റ് ക്യാൻ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി ഏത് സൈഡാണ് ബെനിഫിറ്റ് ചെയ്യണേ, ആ ഏത് ബാലൻസ് ആണ് കീപ്പ് അപ്പ് ചെയ്യണേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് പച്ച കുത്താൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ക്രിപ്റ്റോ കറൻസി ഫോർ ഡ്രഗ്സ് ഓർ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. ദാറ്റ്സ് എ ബാഡ് പെർസ്പെക്ടീവ്, നോട്ട് റോങ് പെർസ്പെക്ടീവ് ഐ എം സേയിങ്. ഓക്കെ. സോ ആൻഡ് ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി ഇതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആക്ച്വലി ഇതിലുള്ളത്? അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ട് പറഞ്ഞു, Web3 കുറിച്ചിട്ട് പറഞ്ഞു, NFT കുറിച്ചിട്ട്, ഡാവോനെ കുറിച്ചിട്ട്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ് ആക്ച്വലി? ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ കറന്റ്ലി ഇപ്പൊ Web3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആണ്. അതായത് നമ്മളിപ്പോ കാണുന്ന ഒരു Web2 പ്രൊഡക്റ്റ് പോലെ, അല്ലെങ്കിൽ അവിടെയും ഈ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം. അവിടെയും പ്രൊഡക്റ്റുകൾ ഉണ്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് മാനേജേഴ്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ടീം ഉണ്ടാവും, പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇത് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റികളിൽ അല്ലെങ്കിൽ ഈച്ച് പോയിന്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള കാരിയേഴ്സ് ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡേഴ്സ് ഉണ്ടാവും. ഇതിന് കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കണ്ടന്റ് എഴുതാൻ വേണ്ടിയിട്ട് വീഡിയോ, ഓഡിയോ, ലൈക്ക് റിട്ടേൺ കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടന്റ് മേക്കിംഗ് ആൾക്കാരുണ്ടാവും. ഇതിന്റെ ഇപ്പൊ ഒരു എന്താ പറയണേ, ലീഗൽ സൈഡ് കവർ ചെയ്യാനാണെങ്കിൽ അതിൽ ലീഗൽ എക്സ്പേർട്സ് ഉണ്ടാവും.
ഇപ്പൊ ഇത് നോർമൽ നമ്മൾ കാണുന്ന നമ്മുടെ ഒരു സാധാരണ ബിസിനസ് മോഡലിലുള്ള ആപ്ലിക്കേഷനിലുള്ള ആൾക്കാരെ എല്ലാം ഈ വെബ്3 എക്കോസിസ്റ്റത്തിൽ വേണം. ബട്ട് ആ ഒരു വെബ്3 നേറ്റീവ് സ്കിൽ സെറ്റും ആ ഒരു വെബ്3നോടുള്ള അഫിനിറ്റി അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി മാത്രമാണ് അവിടെ റിക്വയർമെന്റ് ഉള്ളൂ. അല്ലാതെ നമ്മൾ കാണുന്ന എല്ലാ യൂസ് കേസസ് അല്ലെങ്കിൽ എന്താ പറയുക, യൂസ് കേസസ് എന്നല്ല പറഞ്ഞ ടൈപ്പ് ഓഫ് ജോബ് കാറ്റഗറീസ് വെബ്3യിലും ഉണ്ട്. നിങ്ങൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ ഡെവലപ്പേഴ്സ് ആണെങ്കിലും വെബ്3 നേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആവുന്നു, കണ്ടന്റ് മേക്കേഴ്സ് ആണെങ്കിലും വെബ്3 സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റ് മേക്കേഴ്സ് ആവുന്നു. സോ ഇറ്റ്സ് നോട്ട് എ ലൈക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. നമ്മുടെ സ്കിൽ സെറ്റ് വെബ്3 നേറ്റീവ് ആക്കി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഉള്ള ഗുണം വളരെ ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ വെബ്3യുടെ നേറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്3യിൽ കമ്മ്യൂണിക്കേഷനുകളൊക്കെ കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആണ്. അതായത് ഇപ്പോ മേ ബി മാനേജ് ചെയ്യുന്നത്, അതെ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് കുറെ, മീൻസ് മോസ്റ്റ്ലി വെബ്3 ആയിട്ട്. കാരണം പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ, പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാതെ ഇവിടെ നോർമൽ ഒരു വെബ്2 സെറ്റപ്പ് പോലെ നടക്കൂല ഇപ്പോഴത്തെ മീൻസ് കറന്റ് കണ്ടീഷനിൽ. പിന്നെ അപ്പൊ ഗുണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അതിലെ ടോപ്പ് ടിയർ ആയിട്ടുള്ള ആൾക്കാരെ, ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാവാം, മേ ബി സിഒ ആയിട്ട് അവരോട് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം. ആ ഒരു ഫീച്ചർ ഒന്നും ഞാൻ ഇതുവരെ ഒരു വെബ്2 കമ്പനിയിൽ നമുക്ക് ഇതുവരെ മീൻസ് ആ വെബ്2 കമ്പനി അല്ല, ഈ ഒരു കറന്റ് കൺവെൻഷണൽ എക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു ബെനിഫിറ്റ് ഒക്കെ വെബ്3യിൽ ഭയങ്കര ഇമ്പോർട്ടന്റ്, മീൻസ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രൊഡക്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ ഉണ്ട്, നമ്മുടെ കയ്യിൽ അതിന് കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന കൺവിൻസിംഗ് ആയിട്ട് ഐഡിയ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഫോറത്തിൽ നമ്മൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേൾക്കാൻ ആൾക്കാരുണ്ട്. അത് മേ ബി അത് ലിസൺ ചെയ്യാനോ, മീൻസ് അപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ഫോളോ അപ്പ് ചെയ്യാനോ, നമുക്ക് അതിന് കോൺട്രിബ്യൂഷൻ മീൻസ് ഇൻസെന്റിവൈസ് ചെയ്യാനോ, അതിനൊക്കെ ഉള്ള ഒരു മീൻസ് എക്കോസിസ്റ്റം ആണ് വെബ്3. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് വെബ്3 ആക്ച്വലി. ഞാൻ ആക്ച്വലി ഒരു വെബ്2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കറിയില്ല ബേസിക്കലി നമുക്ക് HR-നായിട്ടുള്ള കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആയിട്ടുള്ള മാത്രം കണക്ഷൻ ആണോ മുകളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് ഈ ഒരു വെബ്3യിൽ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി അഡ്മിൻ ആയിട്ട് ഫൗണ്ടർ ആയിട്ട് ഈവൻ ഫൗണ്ടേഴ്സ് വരെ ഭയങ്കര വലിയ രീതിയിലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവരെ നേരിട്ട് സംസാരിക്കാനും ഭയങ്കരമായിട്ട് വലിയ ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. റൈറ്റ്. അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഓപ്പൺ സോഴ്സ് പ്രോട്ടോകോളിന്റെ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സിന്റെ ടെക്നോളജിയുടെ ഒരു ബിഹേവിയർ ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഓപ്പൺ സോഴ്സ് അത്ര ഒരുപാട് നാളായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, പക്ഷെ റിലേറ്റീവ്ലി ന്യൂ ആണ് ഞാനും. അപ്പൊ അതിന്റെ മീൻസ് ഈ ബ്ലോക്ക് ചെയിന്റെ ഓപ്പൺ സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോളുകളുടെ ഒക്കെ ഒരു ഇൻഹെറന്റ് നേച്ചർ ആണ് നമുക്ക്. അതായത് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്, നമുക്ക് ആരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മൾ വെബ്2 ആയിട്ടുള്ള കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കൺവെൻഷണൽ എക്കോസിസ്റ്റം ആണ്. നമുക്ക് അത്രയും ഓപ്പൺ അപ്പ് ആവണം എന്ന് നിർബന്ധമില്ല. പ്രൊഡക്റ്റ് മീൻസ് ഒരു കമ്പനി ഒരു മാർക്കറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സ് ആയിട്ടോ. ഇവിടെ ഈ വെബ്3യിൽ വരുമ്പോൾ അങ്ങനെ ഒരു ഇതില്ല. അതായത് യൂസർ ഡയറക്റ്റ് എന്താ പറയുക പ്രോട്ടോകോളിൽ ഇൻവോൾവ് ആണ്. നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ടോക്കൺ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോട്ടോകോളിന്റെ ഒരു ചെറിയ ഓൺ ചെയ്യുന്നു. സോ വി ആർ ഓൾസോ ലൈക്ക് ഇൻ ദാറ്റ് ഗെയിം. നമ്മള് വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ഗെയിം. ആ ഒരു ഫീൽ ആണ് ഡിഫറെന്റ്. അതായത് അജു, ഇവിടെ വേറൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാനുണ്ട്. അതായത് നമ്മള് ആക്ച്വലി ഏർലി അഡോപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു ഫീൽഡിലും ഏർലി അഡോപ്റ്റേഴ്സിന് കുറച്ചും കൂടെ വലിയ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട്. അതായത് നമ്മൾ നോർമലി ഒരു വെബ്2 വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ശമ്പളം ഇതിന്ന് ആക്ച്വലി കിട്ടുന്നുണ്ട്. ഈവൻ അത് 2x 3x 5x വരെ ആയിട്ട് ഭയങ്കരമായിട്ട് ശമ്പളം കിട്ടുന്നവരുണ്ട്. അതായത് ഇവൻ ഡെവലപ്പേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇവർ ഈ പ്രൊജക്ട് ബിൽഡ് ചെയ്യുമ്പോൾ ഇവർ ഒരു ടോക്കൺ സോളിഡിറ്റി ഈ ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെന്റ് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഇവർ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു പെർസെന്റേജ് ഓഫ് ടോക്കൺ ആക്ച്വലി അവിടെ ടീം സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ സാലറി ഉണ്ട് ആൻഡ് ടീമിന്റെ ഭാഗത്തുനിന്ന് പലധികം റിവാർഡ്സ് ഉണ്ടാകും. സോ ഇതിന്റെ ഒരു റിവാർഡ് സ്ട്രക്ചർ നോക്കുമ്പോൾ ബേസിക്കലി വെബ്2നെ അപേക്ഷിച്ച് നല്ല രീതിയിൽ എക്സ് മടങ്ങായിട്ട് നമുക്ക് കിട്ടും. അതെ, തീർച്ചയായിട്ടും അതിനൊക്കെ സാധ്യത. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ്, സ്പെക്യുലേറ്റീവ് ആണ്. പ്രൊഡക്റ്റ് സക്സസ് ആയി, ടോക്കണിന്റെ പ്രൈസ് കൂടുന്നു, എല്ലാ ഒരു സിറ്റുവേഷൻ. മെജോറിറ്റി ഈ പറയുന്നതിന്റെ ഒക്കെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ഓണർഷിപ്പ് ആണ്.
യു ആർ ഗെറ്റിംഗ് ലൈക്ക് യു ആർ ബീയിങ് പാർട്ട് ഓഫ് ദാറ്റ് എക്കോസിസ്റ്റം. നിനക്ക് നിന്റെ കോൺട്രിബ്യൂഷന് അതിൻ്റെതായിട്ടുള്ള ഇൻസെന്റിവൈസേഷൻ നടക്കുന്നു. നിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതിനുള്ള ഇൻസെന്റീവ് നിനക്ക് കിട്ടുന്നു. ആ ഇൻസെന്റീവ്സ് ഇൻ ദ ഫോം ഓഫ് ടോക്കൺ ആയിരിക്കാം. ആ ടോക്കൺ നിനക്ക് ഒരു ആ പ്രോട്ടോകോൾ മീൻസ് പ്രോട്ടോകോളിലുള്ള ഒരു മാർക്കറ്റ് പ്ലേസിൽ കൊണ്ടുപോയി നിനക്ക് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മറിച്ച് വെക്കാം. അത് ഇന്ന മേടിക്കുന്ന ആൾ ഇന്ന ആളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് Web3. അവിടെയാണ് Web3യുടെ എന്താ പറയുന്ന പവർ. നമുക്ക് അവിടെ ഒരു ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇപ്പൊ ഒരു OLX മാത്രമേ കൊണ്ടുപോയി വിൽക്കാൻ പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് തന്നെ അവിടെ ഒരാൾ വെരിഫൈ ചെയ്യണം, അവര് വെരിഫൈ ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. You can get to any different marketplace. The only thing that it should be like accepting, or it should be on that running on that protocol that itself. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു NFT, ഇപ്പൊ Ethereum based ആയിട്ടുള്ള ഒരു NFT ഉണ്ട് മുസ്തഫയുടെ കയ്യില്. ഞാൻ മുസ്തഫ ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന്റെ ഇത് മേടിച്ചാണ്. നാളെ ആർട്ടിസ്റ്റ് വലിയൊരു ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയി. ആ ആർട്ട് വർക്കിന്റെ വാല്യൂ കൂടി. എനിക്ക് മീൻസ് മുസ്തഫയ്ക്ക് അത് ഏത് ആർട്ട് പ്ലാറ്റ്ഫോമിലും സെല് ചെയ്യാം. എനിക്കാണെങ്കിലും ആസ് എ യൂസർ എനിക്ക് അത് എവിടെ മീൻസ് ഏത് പ്ലാറ്റ്ഫോമിലാണോ അവൈലബിൾ ആയിട്ടുള്ള അവിടെ പോയിട്ട് ആ ടോക്കൺ വെച്ച് ഇപ്പൊ തീര്യത്തിലാണെങ്കിൽ തീര്യം വെച്ച് മേടിക്കാം. എനിക്ക് വേറെ ഒരാളെ നോക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ലൈക്ക് സോ ഈസി ടു ട്രാൻസാക്ട്. ഇറ്റ്സ് ലൈക്ക് റെഡിലി ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ്, ഇൻസ്റ്റന്റ്ലി ട്രാൻസ്ഫേർഡ്. ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മുസ്തഫ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് അല്ലെങ്കിൽ നമ്മുടെ ആ സെയിൽ നടക്കുമ്പോൾ ആ ടോക്കണിൽ എഴുതിയിട്ടേക്കണ എത്രയാണോ ക്രിയേറ്റർ ഫീ അത് ഓട്ടോമാറ്റിക്കലി ആ ആർട്ടിസ്റ്റിന് കിട്ടുന്നു. മീൻസ് ദർ ഇസ് നോ നീഡ് ഫോർ ഡൂയിങ് ദിസ് തിങ്. ഇത് ഒരു നോർമൽ ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യല്, ഇത് ഓട്ടോമേറ്റ് ചെയ്യല്, ഈ ക്രിയേറ്റർ ഫീ, ഇതൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ബ്ലോക്ക് ചെയിനിൽ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ഓൾറെഡി കോഡിഫൈഡ് ഇൻ ടു ദ ടോക്കൺ, ഇറ്റ്സ് റിട്ടേൺ. സോ ഇറ്റ്സ് ഇറ്റ് ഹാപ്പൻസ്, റെക്കോർഡ്സ് ഇൻ ബ്ലോക്ക് ചെയിൻ, ദാറ്റ്സ് ഡൺ. നമ്മളൊന്നും അറിയണ്ട. ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ്സുകൾക്കുള്ളിലാണ് ആക്ച്വലി ഈ പറയുന്ന ഓണർഷിപ്പ് ആക്ച്വലി ഒരാളടുത്തിലേക്ക് പോകും. ഇതിലിപ്പോ ഏകദേശം നമ്മൾ കാര്യങ്ങൾ കവർ ചെയ്തു പോകും. ഓക്കെ. ആൻഡ് ഇതിൽ ഒരുപാടധികം എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പല ഭാഗത്തേക്ക്. നമ്മളിപ്പോ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്നിട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അതായത് കുറിച്ചിട്ട് മാത്രം. ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു വാസ്റ്റ് ടെക്നോളജിയാണ് ആക്ച്വലി. ഈവൻ ദോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ലൈക്ക് നമ്മൾ നേരത്തെ ഇന്റർനെറ്റ് വെബ് 1, വെബ് 2 ഒക്കെ അഡോപ്റ്റ് ചെയ്ത പോലെ പെട്ടെന്ന് ഒരു അഡോപ്ഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ആക്ച്വലി ഇതിൽ കാണുന്നില്ല. ബട്ട് ഒരു കുറച്ച് ടൈം എടുത്തിട്ട് ആക്ച്വലി ഇതിലെല്ലാം മാറ്റങ്ങൾ ഓരോ ടെക്നോളജിയും ലൈക്ക് അഡോപ്റ്റ് ചെയ്ത് ആക്ച്വലി ഇതിലേക്ക് നമ്മൾ ഇതിന്റെ ഒരു മോസ്റ്റ് രീതിയിലേക്ക് എത്തും എന്നാണ് തോന്നുന്നത് ആക്ച്വലി. ആൻഡ് ഇപ്പോ ഒരുപാടധികം ആളുകൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ട് അറിയാനും ബിറ്റ്കോയിനെ കുറിച്ചിട്ട് അറിയാനും ആൻഡ് ഇതിന്റെ ലൈക്ക് Web3 കുറിച്ചിട്ട് കേട്ടിട്ടും ഈവൻ ദോ ഇതിലെ ജോബ് സാധ്യതകളെ കുറിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലൈക്ക് കുറച്ചും കൂടെ അധികം റിവാർഡ് ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പലധികം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടൊക്കെ പല ആളുകളും ഇതിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ അജുവിന്റെ ഒരു അഭിപ്രായത്തില് ആക്ച്വലി എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ആക്ച്വലി എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റാൻ വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടാണ് വേണ്ടത്. നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ കേരള ബേസ്ഡ് ആണെങ്കിൽ നമ്മളെ Web3 കേരള ഓൾറെഡി ഉണ്ട്. റിയൽ ലൈഫ് മീറ്റപ്സ് നടത്തുന്നുണ്ട്. കേരള ബേസ്ഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകള്, പ്രോട്ടോകോളുകള് എല്ലാം ഇതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാം ഹബ്ബുകൾ മേ ബി മോസ്റ്റ്ലി ഇറ്റ് ഹാപ്പൻസ് സിറ്റീസ്. ഇപ്പൊ അത് വീണ്ടും കുറെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടാവും. കോളേജ് ബേസ്ഡ് ആയാലും അല്ലെങ്കിൽ സിറ്റി ബേസ്ഡ് ആയാലും ഇവന്റ് നടക്കും. ഈ ഇവന്റുകളിലൊക്കെ 100% ലൈക്ക് 99% അത് ഫ്രീ എൻട്രി ആണ്. നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം. അവിടെ വളരെ വെൽക്കമിങ് ആണ്. നമുക്ക് Web3 നേറ്റീവ് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അവരവിടെ ചെന്ന് വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പൊ നമുക്ക് പറ്റിയ ഇവന്റുകൾ കണ്ടുപിടിക്കുക, മാക്സിമം ഇവന്റുകൾക്ക് പോവുക. അത് നല്ലൊരു വേ ആണ് മീറ്റിംഗ് സോ മെനി ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ ഇൻ ദ സ്പേസ്. അവർക്ക് ചിലപ്പോൾ അതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നവരുണ്ടാവും, കണ്ടന്റ് മേക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇവരുടെ ജേർണി, ഇവരുടെ പ്രൊഡക്റ്റ് ജേർണി അല്ലെങ്കിൽ ഇവരുടെ ജേർണിയൊക്കെ ഓന്റർപ്രണർ ജേർണിയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് കുറെ ഐഡിയ കിട്ടും. പിന്നെ വേണ്ട നല്ലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലയബിൾ സോഴ്സ് ഇൻഫർമേഷൻ ആണ് വേണ്ടത്. ഈ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷനും
ഫ്രീ ആയിട്ട് കിട്ടാൻ, നല്ല ക്യൂറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടാൻ ഇന്റർനെറ്റിൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ ഞങ്ങള് നമ്മുടെ വെബ്3 കേരള തന്നെ തന്നെ കുറച്ച് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്. അവർ ക്യൂറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഓൺലൈൻ ഓൾറെഡി ഉണ്ട് കമ്മ്യൂണിറ്റീസ്, ആൽക്കമി ഉണ്ട്, ഐ തിങ്ക്, പിന്നെ ലേൺ വെബ്3 ഡാവോ, ഇവരൊക്കെ ഓൾറെഡി ക്യൂറേറ്റഡ് ആയിട്ടുള്ള ബുക്ക് മാർക്ക് മീൻസ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ, എങ്ങനെ ഒരു വെബ്3 ഡെവലപ്പർ ആവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ബേസിക് വെബ്3 ബൂട്ട് ക്യാമ്പ്, മേ ബി ഒരു 5 days 7 days, അങ്ങനെയുള്ള ക്യൂറേറ്റഡ് കണ്ടന്റുകൾ നമുക്ക് ആക്സസിബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാനുള്ള ബേസിക് ഐഡിയ കിട്ടും. ദെൻ വി സ്റ്റാർട്ട് റീഡിങ് ഗുഡ് കണ്ടന്റ് മെറ്റീരിയൽ. നമുക്ക് നല്ല കോയിൻ മാർക്കറ്റ് ക്യാപ്പ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെഗുലർ ആയിട്ട് വായിക്കുന്ന മീഡിയത്തില് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ബൈനാൻസ് ലാബ്സ് ആണോ, ഏതാ? അക്കാദമി ഉണ്ടല്ലോ. ബൈനാൻസ് അക്കാദമി, അതന്നെ, സോറി, ലാബ്സ് അല്ല, ബൈനാൻസ് അക്കാദമി, അതെ. അതുപോലത്തെ കുറെ കൂടി കണ്ടന്റ് ക്യൂറേറ്റഡ് ആയിട്ടുള്ള പയ്യെ വായിച്ചു തുടങ്ങുക. പിന്നെ ഏറ്റവും നല്ല പരിപാടി തന്നെ കഴിഞ്ഞാൽ മീറ്റപ്പുകള്. റീഡിംഗിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നല്ല കണ്ടന്റ് ആയിട്ടുള്ള ബുക്കുകൾ കിട്ടും, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് അല്ലെങ്കിൽ ഈ ടെക്നോളജി ബേസ്ഡ്, ഇതിനകത്ത് കിടക്കുന്ന അപ്പൊ ഈ ഒരു മെയിൻലി ബേസ് ആണ് ക്യൂറേറ്റഡ് കണ്ടന്റ് ആക്സസ് ചെയ്യുക, മേ ബി ഫ്രം കമ്മ്യൂണിറ്റീസ്. ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് റിയൽ ലൈഫ് ഇവന്റ്സ് ആണ്. പേഴ്സണലി ഓൺലൈൻ ഇഷ്ടംപോലെ വെബ് സെമിനാർസ് കിട്ടും, ബട്ട് എന്റെ അഭിപ്രായത്തില് ഫിസിക്കലി ആൾക്കാരുടെ അടുത്ത് പോയി മീറ്റ് ചെയ്ത് ആ കണക്ഷൻ ഉണ്ടാക്കുന്ന ഇറ്റ്സ് ഡിഫറെന്റ്. പീപ്പിൾ വിൽ റിമെമ്പർ യു. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, നമുക്ക് റിയൽ ഹാൻഡ്സ് ഓൺ ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ദെൻ യു സ്റ്റാർട്ട് റീഡിങ്. 2 വർഷം മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ഇവന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ഇവന്റ് വെക്കുക, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോ അത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഈവൻ മന്ത്ലി 2-3 മീറ്റപ്സ് ഒക്കെ പല രീതിയിലും നടക്കുന്നുണ്ട്, റൈറ്റ്? പോക്കോഡോട്ട് ഞങ്ങള് ലാസ്റ്റ് മീറ്റ് ചെയ്തതാണ് ബാംഗ്ലൂർ. പോക്കോഡോട്ടിന്റെ ആദ്യത്തെ ഇന്ത്യയിൽ ഇവന്റ് ആയിരുന്നു പോക്കോഡോട്ട് നൗ. അപ്പൊ ഇതുപോലത്തെ ഇവന്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോ ഒത്തിരി ആ എക്കോസിസ്റ്റത്തിൽ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകള്, അവിടെ പ്രോട്ടോകോള് ബിൽഡ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ്, PhD-കാര്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട്. ഇവര് തരുന്ന ഇൻഫർമേഷൻ തന്നെ നമുക്ക് മേ ബി ഇന്റർനെറ്റിൽ നമ്മൾ പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് അല്ല. ദാറ്റ്സ് റിയലി ഗുഡ്. നമുക്ക് ആ ഒരു കണക്ഷൻ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ട്വിറ്റർ. ട്വിറ്ററിലെ വെബ്3 ഹാപ്പനിങ് ആണ്. വെബ്3 ഹാപ്പനിങ് പ്ലേസ് ട്വിറ്റർ ആണ്. ഇപ്പൊ പിന്നെ ലിങ്ക്ഡിനും ആയിട്ടുണ്ട്, മീൻസ് ഇപ്പൊ അല്ല, ആയിട്ടുണ്ട് ലിങ്ക്ഡിൻ. സോ ട്വിറ്റർ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നവർ കുറച്ച് ഫോളോ ചെയ്യുക. അപ്പൊ മീൻസ് ഈസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്റർ കണ്ടന്റ്. നല്ലൊരു വെബ്3 സ്പേസിലുള്ള ആരെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും സിമിലർലി നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നവർ ആരൊക്കെയാണ്. ദെൻ സ്ലോലി യു സ്റ്റാർട്ട് ബിൽഡിംഗ് ട്വിറ്റർ സ്പേസ്. ദെൻ ഇറ്റ്സ് ഈസിയർ. ഇതാണ് ഏറ്റവും നല്ല വേ. ഞാൻ ട്രൈ ചെയ്തതും ഇതാണ്. ഞാനിപ്പം മാക്സിമം ബാംഗ്ലൂരാണുള്ള, മാക്സിമം ഇവന്റുകൾക്ക് പോകും, മീറ്റ് ചെയ്യും ആൾക്കാരെ, വി ഡിസ്കസ് ലോട്ട് ഓഫ് തിങ്സ്. ഈവൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചിലതൊന്നും മനസ്സിലാവില്ല, ബട്ട് I'll come back to home, I'll write it down. ഞാൻ വീട്ടിൽ വരും, ഗൂഗിൾ ചെയ്യും, I'll write it down. Okay, clear. Then next time I'll meet them. Okay, I'll have more things to discuss. This is how I work right now. Okay, nice. സോ ഇതിലിപ്പോ ലൈക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് നമ്മൾ റിയൽ ലൈഫ് ഇവന്റ്സ് അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി അത് ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ആക്ച്വലി. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഏകദേശം ഈ ഒരു ലൈക്ക് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു 1.5 hour സെഷൻ ഏകദേശം എല്ലാ ഡീസെൻട്രലൈസേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഇവൻ ഒരു ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഓക്കെ, റൈറ്റ്. സോ എനിവേ, താങ്ക് യു അജു. ദാറ്റ്സ് ഇറ്റ്. Thank you, Mustafa. Thank you so much. Thank you, Ayman. Thank you, Mustafa, for this session. അറിഞ്ഞൂടാ, ഒരു വെബ്3 എന്തൂസിയാസ്റ്റിന്റെ പെർസ്പെക്റ്റീവ് എന്നുള്ള വ്യൂ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ there can be some things that I said stupid also, but if I find it, definitely go and Google it and check it out and prove me wrong. That's it. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പല ആളുകളുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്. സോ അതൊരു yes and definitely like ആരെങ്കിലൊക്കെ മീൻസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ഇവന്റുകളിലൊക്കെ വെച്ച് കാണുന്നതായിരിക്കും.
That's it. All the best. Yeah. Okay, thank you.